എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമളാനിന്റെ രണ്ടാമത്തെ 10ലേക്ക് നമ്മൾ കടന്നു. മഗ്ഫിറത്തിന്റെ 10ആണ്, പാപമോചനത്തിന്റെ 10. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ദിനങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഉസ്താദെ, ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, എൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് ചരിത്രം പറയുകയാണ്. അബൂ ഹുറൈറ തങ്ങൾ പറയുന്ന ചരിത്രം എന്താ? കാന റജുലാനി ഫീ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേൽ പെട്ടിരുന്ന ജീവിച്ചിരുന്ന 2 ചെറുപ്പക്കാരുടെ കഥയാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ബനു ഇസ്രായേൽ ജീവിച്ചിരുന്ന 2 ചെറുപ്പക്കാരുടെ ചരിത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ആ 2 ചെറുപ്പക്കാരിൽ ഒരാള് നല്ല മനുഷ്യനെ, അറിവ് പഠിച്ച ഒരാള്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരാൾ. പക്ഷേ രണ്ടാമത്തെ മനുഷ്യനാകട്ടെ അതിന് നേരെ ഓപ്പോസിറ്റ്, അള്ളാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ, തോന്നിവാസിയെ പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് രണ്ടാമത്തെ ആള്. അപ്പൊ ഒരാള് നല്ലവനും രണ്ടാമത്തവന് വളരെ മോശമായ ജീവിതം നയിക്കുന്ന ഒരാളുമാണ്. അപ്പൊ ഈ നല്ലവനായ മനുഷ്യന് എപ്പോഴും ഈ മോശക്കാരനെ ഉപദേശിക്കാറുണ്ട്. നീ ഇങ്ങനെ നടക്കരുത്, നീ കള്ളു കുടിക്കരുത്, നീ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കരുത്. എപ്പോഴും ഇങ്ങനെ രാവും പകലും കാണുമ്പോഴൊക്കെ ഉപദേശിക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഉപദേശിക്കാറുണ്ട്. അവസാനം ഉപദേശം കേട്ട് 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 ഈ ചങ്ങാതി അങ്ങ് മടുത്തു. അപ്പൊ അവസാനം ഇങ്ങനെ ഉപദേശിക്കുന്നത് കേട്ടപ്പോ ചോദിച്ചു, നിന്നെ എന്താ അല്ല എന്നെ അങ്ങ് ഏൽപ്പിച്ചേക്കുവാണ് 24 മണിക്കൂർ എന്നെ ഉപദേശിക്കാൻ വേണ്ടി, എന്റെ കാവൽക്കാരനായി എന്റെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുവാണ്. എടാ, നീ നിന്റെ പണി നോക്ക്. നീ എപ്പോഴും ഇങ്ങനെ ഉപദേശിക്കുന്നല്ലോ, നീ എന്നെ ഉപദേശിക്കാൻ വേണ്ടി ഇത് നിന്റെ പണി ഇത് തന്നെയാണോ? എപ്പോഴും എന്നെ ഇങ്ങനെ ഉപദേശിക്കാൻ നടക്കുന്നല്ലോ. എടാ, നീ നിന്റെ പണി നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ എന്ത് പാപം ചെയ്താലും എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരും. ഞാൻ അള്ളാഹുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഞാൻ രക്ഷപ്പെടും, ഞാൻ സ്വർഗത്തിൽ പോകും. നീ നിന്റെ പണി നോക്ക്. അപ്പോഴേ ഈ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന് എപ്പോഴും ഇങ്ങനെ ഉപദേശിക്കുമ്പോ ഇവന്റെ മറുപടി എന്താ? ഞാൻ എന്ത് പാപം ചെയ്താലും എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരും. നീ നോക്കിക്കോ, നാളെ അള്ളാഹുടെ മുമ്പിൽ ചെല്ലുമ്പോ അള്ളാഹ് എനിക്ക് സ്വർഗം തരും. നീ എന്നെ ഇങ്ങനെ ഉപദേശിച്ച് സമയം കളയാതെ നീ പോടാ ചങ്ങാതി എന്ന് പറയുന്ന രീതിയിൽ അവിടെ നിന്ന് ആ ഒരു ഉപദേശത്തിനെ ഒരു നിസ്സാരമാക്കുന്ന രീതിയിൽ ഇയാൾ ഇങ്ങനെ സംസാരിച്ചു. ഇത് കേട്ടപ്പോ ആ ബനു ഇസ്രായേലിലെ ഉപദേശിച്ച മനുഷ്യന് വല്ലാത്ത ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ഒരിക്കലും നിന്റെ പാപം പുറത്തു തരൂല, അള്ളാഹു ഒരിക്കലും നിന്റെ പാപം പുറത്തു തരൂല, നീ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കൂല. അദ്ദേഹത്തിനുണ്ടായ ദേഷ്യത്തിന്റെ പുറത്ത് ആ മോശമായ ജീവിതം നയിക്കുന്ന മനുഷ്യനോട് പറഞ്ഞു, അള്ളാഹു ഒരിക്കലും നിനക്ക് പുറത്തു തരൂല, നീ ഒരിക്കലും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കടക്കൂല, അള്ളാഹ് നിനക്ക് സ്വർഗം തരൂല എന്നവിടെന്ന് വാശി പടച്ചവനെ ആ ദേഷ്യപ്പുറത്ത് ആ മനുഷ്യനവിടെന്ന് പറയുകയാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 2 പേരും അവിടെ നിന്ന് മരണപ്പെട്ടു. ആ 2 പേരും ആ മോശമായ ജീവിതം നയിച്ച മനുഷ്യനും അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ച മനുഷ്യനുണ്ടല്ലോ, അവര് 2 പേരും അവിടെ നിന്ന് മരണപ്പെടുകയാണ്. അവര് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പേരെയും അള്ളാഹുവിന്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. 2 പേരെയും അള്ളാഹുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അറിവുള്ള അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിച്ചിരുന്ന മനുഷ്യനോട് അള്ളാഹു ചോദിക്കുകയാണ്, ഇവന് ഞാൻ പുറത്തു കൊടുക്കില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഈ മനുഷ്യനെ ഞാൻ പുറത്തു കൊടുക്കില്ല എന്ന്, അവന് ഞാൻ സ്വർഗം കൊടുക്കില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? പടച്ചവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ എവിടെന്ന് ചോദ്യം ചെയ്യുകയാണ്.
അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഇബാദത്ത് ചെയ്ത് ജീവിച്ച മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ അള്ളാഹു അവിടുന്ന് ചോദ്യം ചെയ്തിട്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടല്ലോ, അള്ളാഹുവിന്റെ മഗ്ഫിറത്തുണ്ടല്ലോ. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. എത്ര വലിയ പാപം ചെയ്താലും അള്ളാഹു പുറത്തു തരുന്നവനാണ്. ഒരാളും അള്ളാഹുവിൽ നിന്ന് വിദൂരമാകില്ല. അള്ളാഹു പറയുന്നു, നിങ്ങൾ നിരാശപ്പെടണ്ട, ഞാൻ പുറത്തു തരുന്നവനാണ്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അള്ളാഹു പുറത്തു തരുന്നവനാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, പാപം ചെയ്തവന്റെ മുഖത്ത് നോക്കിയിട്ട് അള്ളാഹു നിനക്കൊരിക്കലും പുറത്തു തരൂല. നീ ഒരു കാലത്തും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കിടക്കൂല എന്ന് പറഞ്ഞ മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ മലക്കുകളെ ഏൽപ്പിക്കുകയാണ്. ആ മനുഷ്യനെ പടച്ചവനെ അള്ളാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ഭയാനകമായ നരകത്തിലേക്ക് അതാ സബാനിയത്തിന്റെ മലക്കുകൾ ആ മനുഷ്യനെ കൊണ്ടുപോവുകയാണ്. ആ കള്ളു കുടിച്ച് വിഭജിച്ച് വൃത്തികെട്ട ജീവിതം നയിച്ച നടന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ചവനാണ്. എന്റെ റബ്ബെനിക്ക് പുറത്തു തരും. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു എന്നോട് കരുണ കാണിച്ചിട്ട് എനിക്ക് സ്വർഗം തരുമെന്ന് പ്രതീക്ഷ വെച്ചവനുണ്ടല്ലോ, ആ മനുഷ്യനെ അല്ലാഹു സ്വർഗത്തിലേക്ക് കടത്തിവിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹു നിനക്ക് പുറത്തു തരൂല, നീ നരകത്തിന്റെ അവകാശിയാ എന്ന് പറയാ നമുക്ക് അവകാശമില്ലടോ. കാരണം അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. എത്ര വലിയ അപരാധം ചെയ്തവനും പടച്ചവനെ, പെൺമക്കളെ ജീവനോടെ കുടിച്ചു മൂടിയവർക്ക് പുറത്തു കൊടുത്തവനാണ് പടച്ച റബ്ബ്. അല്ലാഹുവേ, ഖബറിൽ കിടന്ന മയ്യത്തിനെ വ്യഭിചരിച്ചവന് പോലും പുറത്തു കൊടുത്തവനാണല്ലോ. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ദിവസം എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്നത് ജീവിതത്തിൽ ചെയ്തു പോയ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ സഹോദരാ. ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കിടന്നുറങ്ങുന്നത് വരെ ചെയ്ത പാപത്തിന്റെ കണക്ക് പോലും എനിക്കും നിങ്ങൾക്കും ഓർത്തെടുക്കാൻ കഴിയാത്ത രീതിയിൽ കണ്ണുകൊണ്ട് കണ്ടത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാണ്, കൈ കൊണ്ട് പിടിച്ചത് പാപമാണ്, നടന്നു പോയത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാണ്. ഒരു ദിവസത്തിൽ എത്രയോ ലക്ഷക്കണക്കിന് അപരാധം ചെയ്ത ഞാനും നിങ്ങളും ഇനിയുള്ള ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി എന്ന് പടച്ചവരോട് ചെയ്തു പോയ പാപങ്ങൾ കഴുകാൻ അല്ലാഹു തന്നിരിക്കുന്ന അവസരമാ. അതുകൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ, ഒരു നിമിഷം പോലും പാഴാക്കാതെ അല്ലാഹുവേ, ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹു നമ്മുടെ പാപം മുഴുവനും കഴുകിക്കളയാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഒരാളും അല്ലാഹു നമുക്ക് പുറത്തു തരില്ല എന്ന് പറയുന്നൊരു ചിന്ത നമുക്ക് വേണ്ട. അല്ലാഹുവാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പുറത്തു തരുന്നവൻ. അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. അല്ലാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധമായ റമളാനിന്റെ പുണ്യങ്ങൾ നിറഞ്ഞ രാവുകൾ അങ്ങനെ അതിവേഗം ഇങ്ങനെ കടന്നു പോകുകയാണ്. ഓരോ ദിവസവും നമ്മളിൽ നിന്നിങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓരോ ദിവസവും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സങ്കടകരവും ഭയാനകമായ വാർത്തകളാണ് ഓരോ ദിവസവും രാവിലെ പത്രമെടുക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്. ഓരോ ദിവസവും പ്രഭാതത്തിൽ നമ്മൾ പത്രമെടുത്ത് നോക്കുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രായമില്ല, ചെറുപ്പമെന്നോ പ്രായമെന്നോ വ്യത്യാസമൊന്നുമില്ല. ആ വ്യത്യാസമില്ലാതെ ലഹരിയും എൻ്റെ പ്രിയപ്പെട്ടവരെ അതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ തലമുറ എന്ന് പറയുന്നത് വല്ലാതെ ഭയപ്പെടുത്തുന്ന രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പുതിയ തലമുറ, ഈ വളർന്നു വരുന്ന യുവതലമുറ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കൂടെ പഠിക്കുന്നവനെ പോലും തല്ലിക്കൊന്നിട്ട്
എന്റെ പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ കാര്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും, നമുക്ക് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് ഇതൊന്നും വലിയ വിഷയമാകില്ല, അല്ലെങ്കിൽ കൂട്ടം കൂടിയിട്ട് ഒരാളെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ അതൊന്നും നിലനിൽക്കില്ല എന്ന് ഒരാളെ കൊന്നിട്ട് കൂടെ പഠിക്കുന്ന ഒരു സഹപാഠിയെ കൊന്നിട്ട് വളരെ നിസാരമായി പറയുന്ന ഒരു കാലഘട്ടം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഉമ്മമാര് വല്ലാതെ ഭയപ്പെടണം. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മക്കള് മാതാപിതാക്കളെ കൊല്ലാൻ തിരഞ്ഞെടുക്കുന്ന കാലം. വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയ തലമുറ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തലമുറയ്ക്ക് മരണവും ഖബറും നരകവും പരലോകവും അസറയൊന്നും വിശ്വാസമില്ലാതെ പോകുന്ന ഒരു കാലഘട്ടം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇരിക്കുന്ന നമുക്ക് മരണവും ഖബറും പരലോകമെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ കടന്നു പോകേണ്ടവരാണെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളും കഞ്ചാവും ലഹരിയും മയക്കുമരുന്നും അതിനൊക്കപ്പുറം നമ്മൾ വല്ലാതെ ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ആ അടിസ്ഥാനമായ ശിലകളായ കാര്യങ്ങളെ കുറിച്ച് നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യനാ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഉറൽ ഇസ്ലാമു വഖവാഇദുദ്ദീൻ സലാസതു അലൈഹിന്ന ഉസ്സിസൽ ഇസ്ലാം മൻ തറക മിൻഹുന്ന വാഹിദൻ ഫഹുവ ബിഹാ കാഫിറുൻ ഹലാലുദ്ദീൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലകളുണ്ടല്ലോ, അത് 3 കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ, ആ 3 കാര്യങ്ങളെ നിസാരമാക്കി കഴിഞ്ഞാൽ പടച്ചവനെ അവനതാ കാഫിറായി പോവുകയാണ്, ഇസ്ലാമിന്റെ പുറത്തായി പോവുകയാണ്. ആ 3 കാര്യങ്ങൾ നബിതങ്ങൾ എണ്ണി പറയുകയാ. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ശിലകളെ കുറിച്ച് എണ്ണി പറയുമ്പോ നിബിധങ്ങൾ എണ്ണി പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഇതിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ, ഇതിനെ നിസാരമാക്കി കളഞ്ഞാൽ അവന് കുഫറിലേക്ക് പോവുകയാണ്. അതിലെ ഒന്നാമത്തെ കാര്യം അല്ലാഹുവിൽ വിശ്വാസമില്ലാതെ വരിക. അല്ലാഹുവിനെ വിശ്വാസമില്ലാതെ വരിക. പടച്ചവനെ ആരാധനയ്ക്കിറങ്ങാൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല. പടച്ചവനെ ആ അല്ലാഹുവിൽ വിശ്വാസമില്ലാതെ വന്ന അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, വസ്സലാത്തുൽ മഖ്തൂബ, 5 വഖത്ത് നമസ്കാരം, 5 വഖത്ത് നമസ്കാരം. പടച്ചവനെ മൂന്നാമതായിട്ട് നബി തങ്ങൾ പറയുന്നു, വസൗമു റമളാൻ മാസത്തിലെ നോമ്പുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ യുവതലമുറ പറയുകയാണ്, നിസ്കാരം നമുക്കുള്ളതല്ല, അത് പ്രായമുള്ളവർക്കാണ്, അത് ഉസ്താദന്മാർക്കുള്ളതാണ്. നമ്മൾ പടച്ചവനെ നോമ്പ് പിടിച്ച് നടക്കേണ്ടവരല്ല, നിസ്കരിച്ച് നടക്കേണ്ടവരല്ല. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. പടച്ചവനെ കളിയാക്കുന്ന രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിൽ നിസാരമായി പറയുകയാണ്. പടച്ചവനെ റമളാൻ മാസത്തിൽ 30 ദിവസം നോമ്പ് പിടിക്കാൻ സഹോദരാ പരിഹസിക്കുന്നവരില്ലേ, പരിഹസിക്കുന്നവരില്ലേ, നോമ്പ് പിടിക്കാതെ നടക്കുന്നവരില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അതിനെ നിസാരമാക്കി കഴിഞ്ഞാൽ അവന് കുഫറിലേക്ക് മടങ്ങുമെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുമോ? ഇന്നത്തെ യുവതലമുറ കള്ളും കഞ്ചാവും മയക്കുമരുന്നിനപ്പുറം നമ്മൾ ഭയപ്പെടേണ്ട ഒരു വിഷയമുണ്ടോ? ഇന്നത്തെ യുവതലമുറയ്ക്ക് അല്ലാഹുവിനെ വിശ്വാസമില്ല, ദീനിന്റെ നിയമങ്ങളിൽ വിശ്വാസമില്ല, ശരീഅത്തിന്റെ നിയമങ്ങളിൽ വിശ്വാസമില്ല, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അവർക്ക് വിശ്വാസമില്ല. അവര് പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം സുഖിക്കാനുള്ളതാ, ഈ ജീവിക്കുന്ന കാലം അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളതാണ്. ഈ ഉസ്താദന്മാര് വിദ്യാഭ്യാസമില്ലാത്തവരോട് ഓരോന്നും പറഞ്ഞ് കെട്ടുകഥകൾ പറഞ്ഞ് അവരെ പറഞ്ഞ് ഭയപ്പെടുത്തുന്ന
തെള്ളുന്നത് പോലെ വിദ്യാഭ്യാസമുള്ള കഴിവുള്ള ഞങ്ങളോട് പറഞ്ഞ എന്തിനാ ഉസ്താദേ ഇങ്ങനെ തെള്ളുന്നത്? സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ, ഖബറിനെ കുറിച്ച് പറയുമ്പോ, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ഭയാനകമായ നരകത്തെ കുറിച്ച് പറയുമ്പോ ഇന്നത്തെ യുവതലമുറ ചോദിക്കുകയാണ്, ഇന്ന് വിദ്യാഭ്യാസം കൂടിയ മക്കളോട്, മക്കളെ നിന്റെ വീട്ടിൽ അടുപ്പിനകത്ത് കത്തുന്ന തീയുണ്ടല്ലോ, അത് നരകത്തിലെ തീയുടെ 70% എന്ന് പറഞ്ഞു കൊടുത്താ ആ പറഞ്ഞവന്റെ മുഖത്ത് നോക്കുകയാ. അവർക്കൊരു പുച്ഛമാടോ, അതവർക്ക് നിസാരമാടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനകത്ത് കൊണ്ട് കുഴിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ 3 ദിവസം കഴിഞ്ഞ വയറ് പൊട്ടുമല്ലോ, കവള് പൊട്ടുമല്ലോ. അതാ പടച്ചവനെ, 1 മാസം കഴിഞ്ഞ ശരീരം മുഴുവനും മണ്ണിലേക്ക് അരിയുമല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യൻ എഴുന്നേറ്റ് വരുന്നത്? പടച്ചവനെ, നിങ്ങൾ പറയുന്നു സിറാജേ, സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. ഈ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ വലുപ്പം പോലും, ഈ കാണുന്ന പ്രപഞ്ചം പടച്ചവനെ, സ്വർഗത്തിൽ അവസാനം കിടക്കുന്ന മനുഷ്യന് പോലും ദുനിയാവും ദുനിയാവിന്റെ 10 ഇരട്ടി വലുപ്പമുള്ള സ്വർഗമാണ് സ്വർഗത്തിൽ അവസാനം പോകുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്നതെങ്കിൽ, ഇത്രയും വിശാലമായ സ്വർഗം ഈ ദുനിയാവിൽ എവിടെയായിരിക്കുന്നത്? ആകാശത്തിലാണോ, ഭൂമിയിലാണോ, കടലിനടിയിലാണോ? പടച്ചവനെ, എവിടെയാണ് അല്ലാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്? സിറാജേ, എവിടെയാ നരകമിരിക്കുന്നത്? നിങ്ങൾ പറയുന്നു എല്ലാവരെയും പിടിച്ചിടുന്ന നരകമുണ്ടല്ലോ, ആ നരകം അല്ലാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നല്ലേ പറയുന്നത്. അത് എവിടെയാണെന്ന് കളിയാക്കുന്ന യുവത്വമേ, ഇന്ന് പലർക്കും വിശ്വാസമില്ലടോ. അല്ലാഹുവിന്റെ സ്വർഗം അത്രയും വിശാലമാണ്, അല്ലാഹുവിന്റെ സ്വർഗം അത്രയും വിശാലമാണ്. പടച്ചവനെ, ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. പഠിക്കണം ചെറുപ്പക്കാരാ, പെങ്ങളെ, സ്വർഗത്തെ കുറിച്ച് പഠിക്കണം പൊന്നുമോള്. അവിടെ എല്ലാവർക്കും 33 വയസ്സാണ്. അവിടെ എല്ലാവർക്കും, അവിടെ പ്രായമുള്ളവരില്ല, കുട്ടികളില്ല, രോഗികളില്ല, എല്ലാവരും ഒരേ ഒരു പ്രായക്കാരാണ്. എല്ലാവരും 33 വയസ്സുകാരാണ്. അവരെ കറുത്തവരില്ല, ഇരുനിറമുള്ളവരില്ല, ഗ്ലാമർ കൂടിയവരില്ല. അവിടെ എല്ലാവർക്കും ഒരേ ഒരു ഗ്ലാമറാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ കൊട്ടാരത്തിലൂടെ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു പോയപ്പോ കയ്യിലിരുന്ന കത്തികൊണ്ട് ആപ്പിളിന് പകരം വിരട് മുറിച്ച ചരിത്രം പഠിച്ചവരല്ലേ? ആ യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ് സ്വർഗത്തിൽ കിടക്കുന്ന ഓരോ സ്വർഗത്തിന്റെ അവകാശിക്കും അല്ലാഹു കൊടുക്കുന്നതെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ അവിടെ കഷ്ടപ്പാടില്ല, ദുരിതമില്ല, നിസ്കാരമില്ല, നോമ്പില്ല, ദിക്റില്ല, വഅലില്ല, സദഖയില്ല, പിരിവില്ല, ഒന്നുമില്ല. അവിടെ കഷ്ടപ്പാടില്ല, ദാരിദ്ര്യമില്ല, പട്ടിണിയില്ല. പടച്ചവനെ, പെങ്ങളെ, നിനക്ക് ഖിദ്മത്ത് ചെയ്യാൻ അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീ ഒരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. ഖിദ്മത്ത് ചെയ്യാൻ തോഴിമാര് പുറകിൽ നടക്കും പെങ്ങള്. അവിടെ അടുക്കളയിൽ ജോലി ചെയ്യണ്ട, അവിടെ കിടന്ന് വിയർക്കണ്ട, അവിടെ കിടന്ന് കഷ്ടപ്പെടണ്ട. സഹോദര, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണ്ട. നേരം വെളുത്താൽ എഴുന്നേറ്റ് പണിക്ക് പോകണ്ട, കിളയ്ക്കേണ്ട, പൂട്ടേണ്ട, വെയിൽ കൊള്ളേണ്ട. നീ ഒരു കഷ്ടപ്പാടുമില്ല. എന്തെങ്കിലും ഒന്ന് തിന്നണമെന്ന് നീ ആഗ്രഹിച്ചാൽ നിന്റെ കണ്ണിൽ
കണ്ണിന്റെ മുമ്പിലേക്ക് അത് കടന്നു വരികയാണ്. ഇങ്ങനെ ഒരു സ്വർഗമുണ്ടെന്ന് ബുദ്ധി കൂടിയ മക്കളോട് പറഞ്ഞ അവര് ചോദിക്കും, ഇത് സ്വപ്നലോകമാണോ ഉസ്താദേ? ഇതൊക്കെ വല്ലാത്ത തള്ളലല്ലേ ഉസ്താദേ? മോനെ, നരകമുണ്ടടാ. ആ നരകത്തിലെ ഒരു തൊപ്പി തലയിൽ വെച്ചാൽ പെണ്ണെ തലമറയ്ക്കാതെ നടക്കുന്ന പെണ്ണിന്റെ തലയിലേക്ക് നരകത്തിന്റെ ഒരു തൊപ്പി കൊണ്ടുവെക്കുമ്പോ നിന്റെ ശരീരം മുഴുവനും മുഖം മുഴുവനും ഉരുകി ഒലിക്കുമെന്ന് പറയുമ്പോ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ഒരു ചെരുപ്പ് ധരിക്കലാണ്. ആ ചെരുപ്പ് ധരിക്കുമ്പോ തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുമെന്ന് പറയുമ്പോ വിശ്വാസം വരാത്ത യുവത്വമേ, വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാ കടന്നു പോകുന്നത്. നമ്മുടെ മക്കളെ ഭയപ്പെടേണ്ടത് അവിടെയാ സഹോദരാ. ഈ സമുദായം പേടിക്കേണ്ടത് അവിടെയാണ്. പടച്ചവനെ, ദീനില്ലാതെ പോയാ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുകയാണ്. അവരുടെ തലമുറകൾ പോലും തകർന്നു പോവുകയാണ്. അവർ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന വലിയ വലിയ സംഘടനകൾ ഈ സമുദായത്തിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അല്ലാഹുവേ, ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോ വല്ലാതെ ഭയപ്പെടുന്നില്ലേ? ഉമ്മയെ കൊല്ലുന്ന മക്കള്, കാമുകിയെ കൊല്ലുന്ന ചെറുപ്പക്കാര്, അയൽവാസിയെ കൊല്ലുന്ന കൂട്ടുകാര്, പടച്ചവനെ സ്കൂളിൽ പഠിക്കുന്നവനെ തല്ലിക്കൊല്ലുന്ന വിദ്യാർത്ഥികള്, ഇങ്ങനെ ഭയാനകമായ വാർത്തകളിലൂടെ പരിശുദ്ധമായ റമളാനിന്റെ ഒന്നാമത്തെ 10 കടന്നു പോകുമ്പോ സഹോദരാ, ഖുർആൻ ഇറങ്ങിയ മാസമല്ലേ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഈ ലോകത്തിന് മാർഗദർശനമായിട്ട് അല്ലാഹു ഇറക്കിയിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിനെ കുറിച്ച് പഠിക്കണം സഹോദരാ. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഈ മാനവരാശിക്ക് സന്മാർഗത്തിന്റെ വഴിയുമായി സന്മാർഗമായി കാണിച്ചു കൊടുക്കാൻ ആ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. പകച്ചു നിൽക്കുന്ന യുവസമൂഹമേ, എന്ത് ചെയ്യണമെന്നറിയാതെ, ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങോട്ടാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന മാതാപിതാക്കളോട്, ഇന്നത്തെ വിദ്യാർത്ഥികൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ ഭയത്തോടെ നിൽക്കുന്ന മാതാപിതാക്കളോട്, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിനും നിങ്ങളോട് ചിലത് പറയാനുണ്ട്. ആ ഖുർആൻ ഇറങ്ങിയ റമളാനിൽ ആ ഖുർആൻ എന്താണ് നിങ്ങളോട് പറയുന്നതെന്ന് കേൾക്കടാ ചെറുപ്പക്കാരാ. ഒന്ന് പഠിക്കണേ യുവത്വമേ. എന്റെ മാതാപിതാക്കള്, നിങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലേക്ക് മടങ്ങ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ആ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലേക്ക് മടങ്ങടോ. 1400 കൊല്ലം മുമ്പിറങ്ങിയ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താണ്? ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ചവരുടെ ജീവിതം എത്ര മനോഹരമെന്നറിയുമോ? ഒരു മുസ്ലിം എന്ന് പറഞ്ഞാലാരാ? ഒരു മുസ്ലിം എന്ന് പറഞ്ഞാലാരാ? ഒരു മുസ്ലിമിന്റെ സ്വഭാവം എങ്ങനെയെന്നറിയുമോ? അവന്റെ വഅദ് കേൾക്കണ്ട, അവന് പൈസ കൊടുക്കണ്ട, അവൻ ഉപദേശിക്കണ്ട, അവനൊന്നും കാണിക്കണ്ട. ഒരു യഥാർത്ഥമായ മുസ്ലിമിന്റെ ജീവിതം കണ്ടാൽ ഒരു മുസ്ലിമിന്റെ ജീവിതം മതിയടോ. ഏറ്റവും വലിയ ഉപദേശം ഒരു മുസ്ലിമിന്റെ ജീവിതമാണ്. അതാണ് ഒരു മുസ്ലിമിനെ നബി തങ്ങൾ ഉപദേശിച്ചല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, കഅബാലയത്തിലേക്ക്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം, ആ കഅബാലയം പടച്ചവനെ നിങ്ങൾ സിയാറത്ത് പോകുന്നവരാണല്ലോ, യാത്ര പോകാൻ കൊതിക്കുന്നവരാണല്ലോ. നിങ്ങൾ ഊട്ടിയാകട്ടെ, മൈസൂരാകട്ടെ, ബാംഗ്ലൂരാകട്ടെ, ഗോവയാകട്ടെ, ഈ ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾ യാത്ര ചെയ്താലും ഒരു വട്ടം നിങ്ങൾ യാത്ര ചെയ്തു, രണ്ടാമത് ആ സ്ഥലത്തിന്റെ പേര് പറയുമ്പോ
നിങ്ങൾ പറയും നമ്മൾ അവിടെ പോയതാണ്, അടുത്ത സ്ഥലത്ത് പോകാൻ കൊതിക്കുന്നവരാണ്. എന്നാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ഒരു മനുഷ്യൻ പോയാൽ അവൻ 1,00,000 പ്രാവശ്യം പോയാലും അവനും മടുക്കുന്നില്ലടോ, അവൻ മടുക്കുന്നില്ലടോ. ആ കഅബാലയം കണ്ടുകൊണ്ടവൻ അവസാനം ആ കഅബാലയത്തിൽ നിന്ന് പിരിയുമ്പോ അതാ വിടവാങ്ങലിന്റെ തവാഫ് ചെയ്തിട്ട് ആ കഅബാലയത്തോട് അസ്സലാമു അലൈക യാ കഅബത്തുല്ലാഹ്, ആ കഅബയോട് അവസാനം ഇങ്ങനെ സലാം പറയുമ്പോ കണ്ണ് നിറഞ്ഞു പോകുമടോ, കണ്ണ് നിറഞ്ഞു പോകുമടോ. ഏതൊരു മനുഷ്യനാകട്ടെ അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് പിരിയുന്ന സമയം സലാം പറയുമ്പോ അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, അവന്റെ ഹൃദയമൊന്ന് കിടങ്ങുകയാണ്, അവന്റെ കണ്ണൊന്ന് നിറയുകയാണ്. അവസാനം കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിറങ്ങി പോകുമ്പോ പിന്നെയും പിന്നെയും അവന് തിരിഞ്ഞു നോക്കുകയാണ്. പടച്ചവനെ അവന്റെ മനസ്സ് കൊതിക്കുകയാണ് അവിടേക്ക് പോകാൻ. എത്ര പ്രാവശ്യം പോയാലും മടുക്കൂല, എത്ര കണ്ടാലും കൊതി തീരൂല. ഒന്ന് തൊടുവാനും ഒന്ന് ചുംബിക്കാനും കണ്ടുകൊണ്ട് നിസ്കരിക്കുവാനും ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ. ഇത് കഅബാലയത്തിന്റെ പ്രത്യേകതയാണ്. ഇതുപോലെയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം. നബി തങ്ങളെ കണ്ടാ കൊതി തീരില്ല, നബി തങ്ങളോട് സംസാരിച്ചാ മതി വരില്ല, നബി തങ്ങളുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ കഴിയില്ല. നബി തങ്ങളോട് സംസാരിക്കണം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഇരിക്കണം, നബി തങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. അത് നബി തങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ടാണ് സ്വഹാബത്ത് നബി തങ്ങളോട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലൂടെ സൗബാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാണ്. നബി തങ്ങൾ ചോദിക്കുന്നു, സൗബാ നിനക്കെന്തു പറ്റി സൗബാ? സുന്ദരനായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സൗബാർ എല്ലും തോലുമായി എന്തോ മാരക രോഗം പിടിച്ചവരെ പോലെ നടന്നു പോകുന്ന സൗബാരെ കണ്ടപ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, നിനക്കെന്തു പറ്റി സൗബാർ? എന്തേ നിന്റെ പ്രശ്നമെന്തേ? നിനക്ക് വല്ല രോഗവുമുണ്ടോ, വല്ല പ്രയാസവുമുണ്ടോ? യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, രോഗമൊന്നുമില്ല നബിയേ, വല്ലാത്ത ടെൻഷനാ നബിയേ, ഉറങ്ങാൻ പറ്റുന്നില്ല നബിയേ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നബിയേ, വല്ലാത്ത ടെൻഷനാണ്. നബി തങ്ങൾ അടുത്ത് വിരുത്തിയിട്ട് ചോദിച്ചു, എന്തേ നിന്റെ പ്രശ്നമെന്തേ? എന്തേ നിന്റെ പ്രശ്നമെന്ത്? യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുന്നിൽ വരുമ്പോ എനിക്ക് പ്രശ്നമൊന്നുമില്ല, സന്തോഷമാണ്, സമാധാനമാണ്. അങ്ങയെ കാണാതെ വന്നാ എനിക്ക് പറ്റുന്നില്ല നബിയേ, എനിക്ക് ടെൻഷനാകുന്നു നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ സ്വഭാവം അങ്ങനെയാണ്. നബിതങ്ങളെ കണ്ടവര് കണ്ടാ കൊതിക്കുകയാണ്, നബിതങ്ങളുടെ കൂടെ ഇരുന്നവരിയ്ക്കാൻ കൊതിക്കുകയാണ്, നബിതങ്ങളുടെ സംസാരം കേട്ടവർക്ക് കേൾക്കാൻ കൊതി തോന്നുകയാണ്, യാത്ര ചെയ്തവർക്ക് കൂടെ നടക്കാൻ തോന്നുകയാണ്. ഇതാണ് ഒരു മുസ്ലിമിന്റെ സ്വഭാവം. നബിതങ്ങളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു, സ്വഹാബത്തിന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. ഒരു യഥാർത്ഥ മുഅ്മിനിന്റെ സ്വഭാവവും അങ്ങനെയാകണം. ചെറുപ്പക്കാരാ, നിന്നെ കണ്ടിട്ട് വേണം ദീൻ പഠിക്കാൻ. ഫർദ് ധരിച്ച് നടക്കുന്ന പെങ്ങള്, നിങ്ങളെ വിമർശിക്കുന്നത് വെറുതെയല്ല. നിങ്ങൾ ഫർദ് ധരിച്ചുകൊണ്ട് നിങ്ങൾ പലതും കാണിക്കുമ്പോ പറയുന്നത്, ഇട്ടിരിക്കുന്ന ഫർദയ്ക്കൊരു മഹത്വമുണ്ട് പെങ്ങള്. ഇത് ധരിച്ചുകൊണ്ട് ചെയ്യുന്നവളും സാരി ഉടുത്തുകൊണ്ട് ചെയ്യുന്നവളും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരു മുഅ്മിനിന്റെ ജീവിതം കണ്ടുപഠിക്കാൻ കഴിയുന്ന രീതിയിൽ
ഒരു മുഅ്മിനിന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഉപദേശമാകുന്ന രീതിയിൽ അങ്ങനെ വേണം നമ്മൾ ജീവിക്കാൻ. ആ ജീവിതം കണ്ടിട്ട് വേണം ഇസ്ലാമിലേക്ക് ജനങ്ങൾ കടന്നു വരാൻ. അതുപോലെ നമ്മുടെ ജീവിതം മാറ്റാൻ നമുക്ക് കഴിയണം സഹോദരാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഖുർആനനുസരിച്ച് ജീവിച്ചവരാണ്. ആ മുസ്ലിമീങ്ങളുടെ ജീവിതം കണ്ടിട്ടാണ് പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. പടച്ചവനെ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. യമനിലെ രാജാവായിരുന്ന സുമാമ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അവൻ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടമല്ല, മുസ്ലിമീങ്ങളെ ഇഷ്ടമല്ല. ആ സുമാമയാണെങ്കിൽ പല പ്രാവശ്യം നബി തങ്ങളെ കൊല്ലാൻ നടന്നവനാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പല പ്രാവശ്യം കൊല്ലാമെന്നവനാണ് സുമാമ. അല്ലാഹുവിന്റെ പ്രവാചകന് പലപ്പോഴും രക്ഷപ്പെട്ടവനാണ്. നബി തങ്ങളെ കൊല്ലാൻ പറ്റാത്തത് കാരണം ഒരുപാട് സ്വഹാബത്തിനെ കൊന്നുകളഞ്ഞവനാ. ഒരുപാട് സ്വഹാബികളെ ചതിയിലൂടെ വഞ്ചനയിലൂടെ കൊന്നുകളഞ്ഞവനാണ് സുമാമ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് സുമാമ. അവന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ വന്നപ്പോ അവന് മുസ്ലിമീങ്ങളെ അത്രത്തോളം ദ്രോഹിക്കുകയാണ്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, സുമാമ എവിടെ വെച്ച് കണ്ടാൽ കൊന്നുകളയണേ സഹാബാ. നബി തങ്ങൾ അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്, സുമാമ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയാർ. അവനത്ര വലിയ ദ്രോഹിയാണ്, അവനത്ര വലിയ ചതിയനാണ്, അത്രത്തോളം ഇസ്ലാമിനെ ഉപദ്രവിച്ചവനാണ്. അങ്ങനെ സുമാമയെ കയ്യിൽ കിട്ടിയ കൊല്ലാൻ നബി തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. സ്വഹാബത്ത് മുഴുവനും തെരഞ്ഞു നടക്കുകയാണ്. സുമാമ അറിയുകയാണ്, പടച്ചവനെ അങ്ങനെ ഒരിക്കൽ മദീനത്ത് വെച്ച് സുമാമയെ കിട്ടുകയാണ്. സഹാബത്ത് നോക്കുമ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുകയാണ്. അവന്റെ നടത്തം കണ്ടപ്പോ ഒരു പന്തികേട് തോന്നുകയാണ്. ഇവൻ ഇസ്ലാമിന്റെ അനുകൂലിയാണോ ഇസ്ലാമിന്റെ ശത്രുവാണോ അറിയുന്നില്ല സഹോദരാ. അങ്ങനെ സംശയം തോന്നിയ സ്വഹാബത്ത് സുമാമയെ പിടിച്ചു കൊണ്ടുവന്ന് മസ്ജിദ് നബവിയിൽ കൊണ്ടുവന്ന് കെട്ടിയിടുകയാ. സുമാമയെ കൊണ്ടുവന്നിട്ട് മസ്ജിദ് നബവിയിൽ കൊണ്ടുവന്ന് കെട്ടിയിടുകയാണ്. അള്ളാന്റെ റസൂല് വന്നിട്ട് തീരുമാനിക്കട്ടെ, സുമാമയാണെന്ന് ആർക്കും അറിയില്ല, അത് സുമാമയാണെന്ന് ആർക്കും അറിയില്ല. സുമാമയെ പിടിച്ചു കൊണ്ടുവന്ന് പള്ളിയിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നലെ രാത്രി ഒരു മനുഷ്യനെ കിട്ടി നബിയേ. അവന്റെ സ്വഭാവവും പെരുമാറ്റവും വല്ലാത്ത സംശയമുണ്ട്. പള്ളിയിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നു. പേടിച്ച് വിറച്ചിരുന്ന ചെറുപ്പക്കാരൻ അവിടത്തെ മുഖമങ്ങുയർത്തുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന സ്വഹാബാ, ഈ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്നത് ആരാണെന്ന് മനസ്സിലായോ സഹാബാ? ഇല്ല നബിയേ, ഇല്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, ഇത് സുമാമയാണ് സഹാബാ. എവിടെ കണ്ടാലും കൊന്നുകളയാൻ വിധങ്ങൾ പറഞ്ഞ സുമാമ മസ്ജിദ് നബവിയുടെ പള്ളിയുടെ തൂണിൽ ഇങ്ങനെ കെട്ടിക്കിട്ടിരിക്കുകയാണ്. സുമാമ എന്ന് പറയുമ്പോ സ്വഹാബത്തിന്റെ ശരീരം അങ്ങ് കോരിത്തെരിക്കുകയാണ്. പടച്ചവനെ, അല്ലാഹുവിന്റെ റസൂൽ എന്തു പറയുന്നു? ഓരോരുത്തരും കൊതിച്ചുപോയി അവനെ അങ്ങ് കൊന്നുകളയാൻ. അല്ലാഹുവിന്റെ റസൂൽ കൊല്ലാൻ പറഞ്ഞ എന്നോട് പറയണേ, എന്നോട് പറയണേ. ഉമർ തങ്ങൾ
തങ്ങൾ ഉൾപ്പെടെയുള്ള പല സ്വഹാബത്തും തയ്യാറായി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയുമോ? സ്വഹാബ, ഒരു രാജാവാണ് സ്വഹാബ, ഒരു രാജ്യത്തെ ഭരണാധികാരിയാ. അതുകൊണ്ട് ഒരാളും സുമാമയെ തൊട്ടുപോകാൻ പാടില്ല സ്വഹാബ. ഒരാള് പോലും സുമാമയെ തൊടാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനമാണ്. ദഹിച്ചില്ലടോ നബി തങ്ങളുടെ ആ വാക്ക് സ്വഹാബത്തിൽ പലർക്കും ദഹിച്ചില്ല. എന്തേ നബി തങ്ങൾ പറയുന്നത്? ഇത്രയും വലിയ ഒരു ദ്രോഹിയെ കിട്ടിയപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന തൊട്ടുപോകരുത്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബ, നിങ്ങൾ ഭക്ഷണം കൊണ്ടുവന്നു കൊടുക്കണേ സഹാബ. നിങ്ങളുടെ വീടുകളിൽ നിന്ന് സുമാമയ്ക്ക് ഭക്ഷണത്തിന് കുറവ് വരുത്തരുത്. നിങ്ങൾ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കണം. സുമാമയ്ക്ക് കുടിക്കാൻ പാല് കൊടുക്കണേ സഹാബ. സഹാബത്തിന് പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷേ നബി തങ്ങൾ പറഞ്ഞതാണല്ലോ. അവസാനം മനസ്സില്ലാ മനസ്സോട് സഹാബത്ത് ഭക്ഷണം കൊണ്ട് കൊടുക്കുകയാണ്. സുമാമയോട് ആരും മിണ്ടുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകനും ഒന്നും മിണ്ടിയില്ല. ഒന്നാമത്തെ ദിവസമായി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ സുമാമയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, മാതാ ഇൻദക യാ സുമാമ, എന്തേ സുമാമ, നിന്റെ വിശേഷമെന്ത്? ആ സമയത്ത് സുമാമ പറയുകയാണ്, ഇന്ദിയാ മുഹമ്മദ് ഖൈർ ഇൻ തഖുൽ തഖതുൽ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന നബിയേ, എനിക്ക് സുഖമാണ് മുഹമ്മദ്. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ, നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ. ഇല്ല, നീ എന്നെ വെറുതെ വിട്ടാ നിനക്ക് സമ്പത്ത് തരാ, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാ. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. രണ്ടാമത്തെ ദിവസമായി നബി തങ്ങൾ രണ്ടാമതും ചെന്നിട്ട് ചോദിക്കുന്നു. അവിടെ നിന്ന് ചോദിക്കുന്നു, മാതാ ഇൻദക യാ സുമാമ, എന്തേ വിശേഷം സുമാമ? സുമാമയുടെ മറുപടി അത് തന്നെയാണ്. പടച്ചവനെ, നബി തങ്ങൾ എഴുന്നേറ്റ് പോയി. മൂന്നാമത്തെ ദിവസം നബി തങ്ങൾ സുമാമയുടെ ചാരത്ത് വന്നു. സുമാമ, എന്താണ് വിശേഷം? പടച്ചവനെ, സുമാമയുടെ മറുപടി ഇതാണ്. നബി തങ്ങൾ 3 ദിവസം കഴിഞ്ഞപ്പോ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ, അഴിച്ചു വിട്ടേക്ക് സഹാബ, അഴിച്ചു വിട്ടേക്ക് സഹാബ. സുമാമയുടെ കെട്ടടിച്ച് വിടുകയാണ്. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും നോക്കി നിൽക്കുമ്പോ സുമാമ മസ്ജിദുൻ നബവിയിൽ നിന്നിറങ്ങി തന്റെ വാഹനത്തിൽ കയറി പോവുകയാണ്. പടച്ചവനെ, സ്വഹാബത്ത് മുഴുവനും അത്ഭുതപ്പെട്ടു. അതാ സുമാമയങ്ങ് കുറച്ച് സഞ്ചരിച്ച് കഴിയുമ്പോ അല്ലാഹുവേ, വാഹനത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ്. അതാ കൈകാലുകൾ കഴുകുകയാണ്, കൈകാലുകൾ കഴുകുകയാണ്. ഇലാ ഹദ്റത്തി റസൂലില്ലാ. ആ ഇറങ്ങിപ്പോയ സുമാമ തിരിച്ചു വരികയാ. ആ ഇറങ്ങിപ്പോയ സുമാമ കൈകാലുകൾ കഴുകിയിട്ട് പടച്ചവനെ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരികയാണ്. സ്വഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. സുമാമ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, സഹാദത്ത് കലിമ പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. സുമാമ നബി തങ്ങളുടെ മുമ്പിൽ വന്ന് മുസ്ലിമാവുകയാണ്. എന്നിട്ട് സുമാമ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മനുഷ്യൻ നിങ്ങളായിരുന്നു നബിയേ. ഈ ലോകത്ത് ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത വെറുപ്പോടെ കണ്ടിരുന്ന മുഖം അങ്ങയുടെ മുഖമായിരുന്നു. എന്നാ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് കാണാൻ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത് അങ്ങയുടെ മുഖമാണ് നബിയേ, അങ്ങയുടെ മുഖമാണ് നബിയേ. ഈ
ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന നാട് അങ്ങയുടെ മദീനയാണ്. അങ്ങയുടെ മദീനയാണ് ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന നാട്. ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മദീനയാണ് നബിയേ. എന്റെ ജീവിതത്തിൽ മാറ്റം വന്നത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും ജീവിതം കണ്ടപ്പോ, നബി തങ്ങളുടെയും സ്വഹാബത്തിന്റെയും പ്രവർത്തനങ്ങൾ കണ്ടപ്പോ, അവരുടെ ഐക്യം കണ്ടപ്പോ, അവരുടെ സ്നേഹം കണ്ടപ്പോ, അവരുടെ പെരുമാറ്റം കണ്ടപ്പോ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരാൻ അതൊരു കാരണമായെന്ന് ചരിത്രം പറയുമ്പോ, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവന്റെ ജീവിതം ജനങ്ങളെ നോക്കുകയാണ്. സാധാരണ ഒരാൾ ചെയ്യുന്നത് പോലെയല്ല ഒരു മുസ്ലിം ചെയ്യുന്നത്. അവന് ജനങ്ങളെ നോക്കുകയാണ്. അവന്റെ പ്രവർത്തനങ്ങളും സർവകാര്യങ്ങളും. കാരണം എന്തുകൊണ്ടെന്നറിയോ? ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപദേശം കേൾക്കുന്നത് നമ്മളാണ്. പടച്ചവനെ, ഇവിടെ ഹൈന്ദവനാകട്ടെ ക്രിസ്തുമത വിശ്വാസിയാകട്ടെ, അവർക്ക് എത്ര വാഴാവുള്ളത്, അവർക്ക് എത്ര മദ്രസയാവുള്ളത്, അവർക്ക് എത്ര പരിപാടിയാവുള്ളത്. ഞാനും നിങ്ങളും ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഉപദേശമാണ്. പടച്ചവനെ, എന്തെല്ലാം പ്രഭാഷണങ്ങൾ, ഏതെല്ലാം മജ്‌ലിസുകൾ, ദിക്ർ മജ്‌ലിസ്, മജ്‌ലിസുൻ നൂറിന്റെ മജ്‌ലിസ്, വഅദിന്റെ മജ്‌ലിസ്, ഉറൂസുകൾ. പടച്ചവനെ, മദ്രസയിൽ പഠിക്കാം. ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ കേട്ടിട്ടും നമ്മുടെ തലതിരിഞ്ഞു പോവുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഇറങ്ങിയ മാസമാ. ഖുർആനിലേക്ക് മടങ്ങണേ. ഖുർആനിന് പറയാനുള്ളതെന്ന് കേൾക്കണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഖുർആനിനെ കുറിച്ച് മനസ്സിലാക്ക്. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലന്നൂർ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു ഇറക്കി തന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ഈ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. ഈ മാസത്തെയാണ് അല്ലാഹു തിരഞ്ഞെടുത്തത്. ആ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ഖുർആനിന് പറയാനുള്ളതാണെന്നൊന്ന് കേൾക്കാൻ സമയമുണ്ടാകണം. ആ ഖുർആനിന് പറയാനുള്ളതൊന്ന് കേൾക്കണേ. ഒന്നാമതായിട്ട് ഖുർആൻ പറയുകയാ, നിങ്ങളുടെ വിശുദ്ധമായ ഖുർആൻ അവതീർണമായ മാസത്തില് ആ ഖുർആൻ പഠിക്കുകയും അതിന്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ. ഈ പരിശുദ്ധമായ റമളാനിൽ ആ ഖുർആൻ പഠിക്കുകയും ആ ഖുർആനിൽ നിന്ന് നീ പഠിച്ചത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആനുമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. അള്ളാന്റെ ഖുർആനിലേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇന്ന് നമ്മൾ കാണുന്ന ഉസ്താദെ, ഇന്ന് കുറ്റകൃത്യങ്ങളുടെ കൊലപാതകങ്ങൾ, ഏതൊരു കൊലപാതകം നടത്തി കഴിയുമ്പോഴും ഒന്നാമത് പറയും 24 വയസ്സുള്ള ഈ അടുത്ത സമയങ്ങളിലായി നടന്ന കൊലപാതകങ്ങൾ നിങ്ങൾ നോക്കിക്കേ. 24-25 വയസ്സിൻ്റെ ഇടയിൽ പ്രായമുള്ളവർ. ഏതൊരു കൊലപാതകം നടന്നു കഴിയുമ്പോൾ ഉടനെ പറയും ലഹരിയാണ്, അത് കഞ്ചാവാണ്. ഇതാ നമ്മൾ പറയുന്നൊരു മറുപടി. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ഖുർആനിന്റെ നിലപാടെന്താ? ഈ കള്ളുകുടിയും ഈ മയക്കുമരുന്നും ഈ ആവശ്യമില്ലാത്ത പണത്തിനോടുള്ള ആർത്തി, ചൂതാട്ടം, അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോട് പരിശുദ്ധമായ ഖുർആനിന്റെ സമീപനം എന്തായിരുന്നു? അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പിറങ്ങിയ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിന്റെ നിലപാട് എന്തായിരുന്നു? അള്ളാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ നിലപാടെന്താ? പള്ളവട പടച്ചവനെ കള്ളു കുടിക്കലും വ്യഭിചരിക്കലും ചൂതാട്ടവും വൃത്തികെട്ട സ്വഭാവങ്ങൾ, ഇതിനെക്കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ 1400 കൊല്ലം മുമ്പ് പറയുകയാണ്. ഇതൊക്കെ ശൈത്താനിന്റെ സ്വഭാവമാണ്, ഇത് വൃത്തികെട്ട സ്വഭാവമാണ്. കള്ളു കുടിക്കുന്നതും ആവശ്യമില്ലാത്ത ദുസ്വഭാവങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് വലിയ പാപമാണത്, മോശമായ സ്വഭാവമാണ്. ആരോടാ പറയുന്നതെന്നറിയുമോ? പടച്ചവനെ വൈകിട്ട് പണി കഴിഞ്ഞു വന്നിട്ട് അതാ അന്ന് കിട്ടിയ ശമ്പളം ഷെയർ ചെയ്തിട്ട് ബീവറേജിന്റെ മുമ്പിൽ ക്യൂ നിന്ന് വാങ്ങുന്നവനോടല്ല. ഇതാരോടാ പറയുന്നതെന്നറിയോ? അല്ലാഹുവേ, അതാ വാപ്പമാര് മരിക്കുന്ന സമയത്ത് മക്കളോട് പറയുമായിരുന്നു. ഏത് കാലഘട്ടത്തിലാണ് ഈ ആയത്തിറങ്ങുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങുന്നത് ഏത് കാലഘട്ടത്തിലെന്നറിയോ? വാപ്പ മരിക്കുമ്പോ മരിക്കാൻ കിടക്കുന്ന വാപ്പ മക്കളോട് പറയുമായിരുന്നു, മോനെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഖബറിന്റെ മുകളിൽ നിങ്ങളൊരു മുന്തിരി തൈ നടണേ, ഒരു മുന്തിരി മരം വേണം എന്റെ ഖബറിന്റെ മുകളിൽ നടാൻ. കാരണം എന്തെന്നറിയോ? ആ മുന്തിരിയുടെ വേരുകൾ എന്റെ ഖബറിലേക്ക് മണ്ണിനടിയിലേക്ക് വരുമ്പോ പടച്ചവനെ മണ്ണിലലിഞ്ഞു കിടക്കുന്ന എന്റെ തലച്ചോറിലെ വളത്തിലൊക്കെ ആ മുന്തിരി തൈയുടെ അതാ അംശം പിടിക്കുമല്ലോ. കാരണം പടച്ചവനെ മുന്തിരിയിൽ നിന്ന് കള്ളുണ്ടാക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഖബറിന്റെ മുകളില് മുന്തിരി തൈ വേണം, നടണമെന്ന് ജീവിച്ചിരിക്കുമ്പോ മക്കളോട് വസിയത്ത് ചെയ്യുന്ന അത്രത്തോളം കള്ളിനോട് അടിമകളായി കിടന്ന ഒരു ജനതയോടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അവരതിൽ നിന്ന് പിന്തിരിയാ തയ്യാറായി. എത്രയോ കള്ളുകുടിയന്മാര് നന്നായല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, അവരെ നന്നാക്കിയത് ഖുർആനല്ലേ ചെറുപ്പക്കാരാ? അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് ഖുർആനാടാ. ഒന്ന് ഓതി നോക്കടാ മോനെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമൊന്ന് കൈകൊണ്ടെടുക്കടാ മോനെ. എന്നിട്ടൊരായത്തിന്റെ അർത്ഥമെങ്കിലും നീ ഒന്ന് വായിച്ചു നോക്ക്, മാറ്റം വരുമടാ പൊന്നുമോനെ. അതല്ലാഹുവിന്റെ കലാമാ, അതല്ലാഹുവിന്റെ കലാമാ. പക്ഷേ തൊടാറില്ലല്ലോ, എടുക്കാൻ പേടിയല്ലേ? നമുക്ക് നിസാരമാടോ? ആ ഖുർആനിന്റെ വിലയറിയുന്നില്ല, ആ ഖുർആനിന്റെ മഹത്വം അറിയുന്നില്ല, ആ ഖുർആനിന് നമുക്ക് പേടിയില്ല, ആ ഖുർആനിനെ ഭയപ്പെടണം. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖസിയത്തില്ലാഹ്. ഞാനും നിങ്ങളും പാരായണം ചെയ്യുന്ന ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ, ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്നു വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും തൂളികളായി പോകുമായിരുന്നു. അതാണ് ഖുർആൻ. അത്രത്തോളം ഭയപ്പെടണം, അത്രത്തോളം ഭയപ്പെടണം. ആ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടുകഴിഞ്ഞാൽ ജീവിതത്തിൽ മാറ്റം വരികയാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഖത്താബിന്റെ മകൻ ഉമർ ആരായിരുന്നെന്നറിയുമോ? ഖത്താബിന്റെ മകൻ ഉമർ ആരായിരുന്നെന്നറിയോ? പടച്ചവനെ, അത്രത്തോളം മതപതനത്തിന്റെ അടിത്തട്ടിൽ ജീവിച്ച ചെറുപ്പക്കാരനാണ് ഖത്താബിന്റെ മകൻ ഉമർ. പേടിയാടോ? എല്ലാവർക്കും പേടിയാടോ? തന്റെ കയ്യിലിരിക്കുന്ന കത്തിക്ക് മൂർച്ചയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് അടുത്തവന്റെ വയറ്റിൽ കുത്തിയിട്ടാ. അതുപോലെ ജീവിതം നയിച്ച ഉമർ കുട്ടികൾക്ക് വരെ പേടിയാണ്. പാല് കുടിക്കാത്ത മക്കളോട് ഉമ്മ പറയും, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട്. പേടിച്ചുകൊണ്ട് ആ കുട്ടികൾ പോലും പാല് കുടിക്കുമായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരേ ഒരു ഉദാഹരണം മതി. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അയൽവാസിയോട് ഒരു മനുഷ്യൻ പറഞ്ഞു, ഖത്താബിന്റെ മകൻ
മകൻ ഉമർ മുസ്ലിമായി. മുഹമ്മദിനെ കൊല്ലാൻ പോയ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസിയുടെ മറുപടി എന്തെന്നറിയുവോ? എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കും. എന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന ഈ കഴുത അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ശഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ്. പക്ഷേ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല. അത്രത്തോളം മോശമായ ജീവിതം നയിച്ച സ്വഹാബിയ. പക്ഷേ ഒരേ ഒരായത്ത് ത്വഹ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ത്വഹ എന്ന് പറയുന്ന അധ്യായം തന്റെ സഹോദരി പാരായണം ചെയ്യുന്നത് കേൾക്കുകയാണ്. തന്റെ കൂടപ്പറപ്പിനെ കൊല്ലാൻ അല്ലാഹുവേ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ സഹോദരി ഫാത്തിമ ഇരുന്നിട്ട് സൂറത്ത് ത്വഹ പാരായണം ചെയ്യുകയാ. ആ സൂറത്തങ്ങ് കേട്ടപ്പോ അതാ തന്റെ വീടിന്റെ അകത്ത് കയറിയിട്ട് തന്റെ സഹോദരിയെ തല്ലിച്ചതയ്ക്കുകയാണ്. തന്റെ ശരീരം മുഴുവനും രക്തമൊലിച്ചുകൊണ്ട് അതാ തന്റെ പ്രിയപ്പെട്ട ഫാത്തിമയതാ തളർന്നു കിടക്കുമ്പോ എത്രയൊക്കെയാണെങ്കിലും സഹോദരിയാണല്ലോ, തന്റെ കൂടപ്പറപ്പാണല്ലോ. തല്ലിയിട്ട് രക്തം വരുന്നത് കണ്ടപ്പോ ഉമറിന്റെ മനസ്സൊന്ന് ശാന്തമായി. ഉമർ തങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഫാത്തിമ നീ എന്തേ ഇവിടെ പാടിക്കൊണ്ടിരുന്നത്? നീ എന്തേ ഇവിടെ പാടിക്കൊണ്ടിരുന്നത്? അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ പാടിയതല്ല, അള്ളാന്റെ ഖുർആൻ ഓതിയതാണ്. ഒന്നോതുമോ ഫാത്തിമ? ഫാത്തിമ എവിടെ നിന്ന് പാരായണം ചെയ്തു. ഉമർ തങ്ങൾ പറഞ്ഞു, ആ പുസ്തകം എനിക്കൊന്ന് തരുമോ? ഈ വൃത്തിയില്ലാതെ തരൂല, പോയി കുളിച്ച് റെഡിയായിട്ട് വാ. പടച്ചവരെ, ആ ഖുർആനിന്റെ ആയത്തങ്ങ് വായിച്ചപ്പോ കാട്ടാളനായ ഉമർ നബി തങ്ങളുടെ തലയെടുക്കുമെന്ന് ശപഥം ചെയ്തിട്ട് പോയ ഉമർ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് നിബിതങ്ങളുടെ വീട്ടിലേക്ക് അള്ളാന്റെ റസൂലിന്റെ മസ്ജിദ് നബവിയിലേക്ക് കടന്നു വരുമ്പോ സ്വഹാബത്ത് പേടിച്ചു പോയടോ. സ്വഹാബത്തിൽ പലരും പേടിച്ചു പോയി. വരുന്നത് ഖത്താബിന്റെ മകൻ ഉമറാ. ഒരാൾക്ക് പോലും ഉമറിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ ധൈര്യമില്ല. സഹാബത്തിന്റെ പലരുടെയും കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. ഉമർ തങ്ങള് കടന്നു വരുമ്പോ മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബി ഉമറിനെ തടയുകയാ. ഉമറിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാള് തടയുന്നത്. ഹംസ റളിയല്ലാഹു തആല അൻഹു ഉമറിനെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഉമറേ, മുസ്ലിമാകാമെന്നതാണെങ്കിൽ നിനക്കിതിനകത്ത് കേറാ. ഇസ്ലാമിലേക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമാകാമെന്നതാണെങ്കിൽ നിനക്ക് കേറാ. അല്ല, ഞങ്ങളുടെ മുത്തുനബിയെ എന്തെങ്കിലും ചെയ്യാമെന്നതാണെങ്കിൽ നിന്നെ ജീവനോടെ ഞാൻ വിടില്ല ഉമറേ. എന്റെ പ്രിയപ്പെട്ടവര്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പിന്നീട് ഒരു അവസരത്തിൽ അവിടെന്ന് ചോദിച്ചു, ഹംസ, ഈ ധൈര്യം നിനക്ക് എവിടെന്ന് വന്നു? ഈ ധൈര്യം നിനക്ക് എവിടെന്ന് വന്നു? എന്നെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നോ? പേടിച്ചു പോയെന്ന് ഉമർ തങ്ങൾ പോലും അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, ആ ഉമറിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് ഖുർആനാ. ഒരായത്താ സഹോദരാ. ആ ഖുർആനിന്റെ ആയത്തുകൾ എത്രയോ കേൾക്കുന്നവരാണ്, എത്രയോ പാരായണം ചെയ്യുന്നവരാണ്. എന്തേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താത്തത്? എന്തേ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ കലാമല്ലേ, അല്ലാഹുവിന്റെ ഖുർആനല്ലേ, എന്തേടാ മോനെ നന്നാകാൻ പറ്റാത്തത്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, വയസ്സ് കുറെ ആയില്ലേ, 40, 50, 60 വയസ്സായില്ലേ ഉമ്മ, എന്തേ മാറ്റം വരുത്താത്തത്? എത്രയോ ആയത്തുകൾ കേൾക്കുന്നവരാണ്. മരണത്തെ കുറിച്ച്
കുറിച്ച് പറയുന്ന ആയത്ത്, ഖബറിനെ കുറിച്ച് പറയുന്ന ആയത്ത്, മസ്സറയെ കുറിച്ച് പറയുന്ന ആയത്ത്, നരകത്തിന്റെ ഭയാനകമായ ശിക്ഷകളെ കുറിച്ച് പറയുന്ന ആയത്ത്. എന്തേ കേട്ടിട്ട് ജീവിതത്തിൽ മാറ്റം വരുത്താത്തത്? എത്രയോ വൃത്തികെട്ടവര് നന്നായത് ഖുർആൻ കേട്ടിട്ടാ. എത്രയോ മോശമായ ജീവിതം നയിച്ചവര് ഖുർആൻ കേട്ടിട്ട് നന്നായടാ ചെറുപ്പക്കാരാ. എത്രയോ കള്ളുകുടിയന്മാര്, എത്രയോ വ്യഭിചാരികൾ, എത്രയോ മോശമായ ജീവിതം നയിച്ചവർ അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് നന്നായ ചരിത്രമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. വളരെ മോശമായ ജീവിതം നയിക്കുന്നവനാണ്. പടച്ചവനെ, ഗുണ്ടാ സംഘത്തിന്റെ നേതാവാണ്, കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണ്. ഫുളൈൽ ഇബ്നു ഇയാദിന്റെ ഏറ്റവും വലിയ ഹോബി എന്തെന്നറിയുമോ? ഏതെങ്കിലും ഒരു പെണ്ണിനെ ആഗ്രഹിച്ചു കഴിഞ്ഞാ അവളുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന ചെറുപ്പക്കാരനാ. ഏതു പെണ്ണിനെ കൊതിച്ചാലും, ഏതെങ്കിലും ഒരു പെണ്ണിനോട് മോഹമുണ്ടായാൽ ആ പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെട്ടിട്ടല്ലാതെ സമാധാനമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുന്നത്. കൂടെയുണ്ടായിരുന്ന കൂട്ടുകാര് പറഞ്ഞു, ഫുളൈലേ, ഏതു പെണ്ണിനെയും നീ വളയ്ക്കുമല്ലോ, ഏതൊരു പെണ്ണിനെയും നീ കീഴ്പ്പെടുത്തുമല്ലോ, എങ്കിലും ഞങ്ങളൊരു പെണ്ണിനെ കാണിച്ചു തരാ. ഞങ്ങളെല്ലാവരും പരാജയപ്പെട്ടു പോയി. ആ പെണ്ണ് പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന പെണ്ണാണ്. ഞങ്ങളെല്ലാവരും എന്തെല്ലാം ചെയ്തിട്ടും ഞങ്ങൾക്ക് വളയ്ക്കാൻ പറ്റുന്നില്ല. നീ വലിയ കഴിവുള്ളവരല്ലേ, പറ്റുമെങ്കിൽ ആ പെണ്ണിനെ നീ ഒന്ന് വളച്ച് കാണിക്കൂ. ഫുളൈൽ ഇബ്നു ഇയാദ് അവിടെ ഏറ്റെടുക്കുകയാണ്. അല്ലാഹുവേ, ആ സുന്ദരിയായ പെണ്ണിന്റെ പുറകിൽ നടക്കുകയാണ്. എന്തെല്ലാം ചെയ്തു നോക്കിയിട്ടും ആ പെണ്ണ് പരിഗണിക്കുന്നില്ല. കാരണം അവർ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണാണ്. അവസാനം എന്തെല്ലാം ചെയ്തിട്ടും ആ പെണ്ണിനെ കീഴ്പ്പെടുത്താൻ പറ്റാതെ വന്നപ്പോ ആരുമില്ലാത്ത ഒരു പാതിരാത്രിയിൽ വീടിന്റെ മതില് ചാടുകയാണ്. വീട്ടിലാരുമില്ലാത്ത സമയത്ത് ആ സുന്ദരിയായ പെണ്ണിന്റെ വീടിന്റെ അകത്തേക്ക് അതാ അതിക്രമിച്ച് കേറുകയാണ്. വീടിന്റെ അകത്തേക്ക് കയറി ആ സുന്ദരിയായ പെണ്ണിനെ കീഴ്പ്പെടുത്തുകയാണ്. ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ആരോഗ്യവാനായ ചെറുപ്പക്കാരൻ ആ പാവപ്പെട്ട പെണ്ണിനെ കീഴ്പ്പെടുത്തിയിട്ട് ബലാത്സംഗം ചെയ്യാൻ ആ പെണ്ണിന്റെ രണ്ട് കാലുകളുടെ ചുവട്ടിൽ ചെന്നിരിക്കുമ്പോ അടുത്ത വീട്ടിലിരുന്നിട്ടൊരുമ്മ ഖുർആൻ ഓതുകയാ. അടുത്ത വീട്ടില് ഒരുമ്മ ഇരുന്ന് ഖുർആൻ ഓതുകയാ. ഏതായത്താ ഓതുന്നതെന്നറിയുമോ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അടുത്ത വീട്ടിലിരുന്നിട്ടൊരു പ്രായം ചെന്ന ഉമ്മ ഖുർആൻ ഓതുകയാ. ഫുളൈൽ ഇബ്നു ഇയാദ് ആ സുന്ദരിയായ പെണ്ണിനെ കീഴ്പ്പെടുത്തിയിട്ട് അവളുടെ രണ്ട് കാലുകളുടെ ഇടയിൽ ചെന്നിരുന്ന് വ്യഭിചരിക്കാൻ തയ്യാറായപ്പോ ആ പെണ്ണ് ഫുളൈലിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കരയുകയാ. സങ്കടത്തോടെ നോക്കുകയാണ്. അതുവരെ നിലവിളിച്ച പെണ്ണ്, അതുവരെ കടന്ന് കരഞ്ഞ പെണ്ണ്, എന്നെ വിടണമെന്ന് പറഞ്ഞ് കൈകാലുകൾ അലക്കിയ പെണ്ണ് ഫുളൈൽ ഇബ്നു ഇയാദിന്റെ മുഖത്തേക്ക് ഇങ്ങനെ സങ്കടത്തോടെ നോക്കുകയാ. ഫുളൈലിന്റെ കണ്ണ് നിറഞ്ഞു പോയടോ. ഫുളൈൽ ചോദിച്ചു, എന്തേ പെണ്ണെ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്തേ പെണ്ണെ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എടാ ഫുളൈലേ, അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടില്ലേ ഫുളൈലേ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നത് കേട്ടില്ലേ ഫുളൈലേ? എന്താ അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാൻ
സമയമായില്ലേടാ ഫുലൈല്, നന്നാകാ സമയമായില്ലേടാ, പ്രായം കുറേ ആയില്ലേ, ഒരുപാട് ആസ്വദിച്ചില്ലേ, ഈ പ്രായത്തിൽ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ കണക്ക് നിനക്ക് പോലും അറിയില്ലല്ലോ. എന്ത് നേടാനാ ഫുലൈല്, എന്ത് നേടിയടാ ഫുലൈല്. പരിശുദ്ധമായ ഖുർആൻ അടുത്ത വീട്ടിലിരുന്ന് ഉമ്മ പാരായണം ചെയ്തപ്പോ ഫുലൈലിന് അറബി അറിയാ സഹോദരാ, അർത്ഥമറിയുന്ന ചെറുപ്പക്കാരനാ. നിറകണ്ണുകളോടെ ആ പെൺകുട്ടിയുടെ മുമ്പിൽ നിന്നിറങ്ങി പോവുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഫുലൈല് പോയത്. ആ കാട്ടാളനായ ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തിരുന്ന ഫുലൈല് പിന്നെ ആരായി മാറിയെന്നറിയോ? പടച്ചവനെ, ജീവിതത്തിൽ വല്ലാത്ത മാറ്റം വന്നടോ, ഫുലൈല് മാറിയടോ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ അവിടുന്ന് പഠിക്കുകയാണ്. പക്ഷേ നമ്മൾ ഇതുപോലെ ഒരുപാട് ആയത്ത് കേൾക്കുന്നവരാ, അർത്ഥമറിയാ പഠിക്കണമെന്നില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഇതിന്റെ അർത്ഥമറിയാൻ ആലിമാകണമെന്നില്ല, ഇതിന്റെ അർത്ഥമറിയാ മദ്രസയിൽ പോകണമെന്നില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഇത് മരണത്തെ കുറിച്ച് പറയുന്ന ആയത്താണെന്നറിയാത്ത ആരാവുള്ളത്? വഖൂദുഹന്നാസു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹന്നാസു വൽ ഹിജാറ. ഇതിന്റെ അർത്ഥം അറിയണമെങ്കിൽ ആലിമൊന്നും ആകണ്ട, വഴുത് കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അള്ളാഹു പറയുന്നു, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നീയും നിന്റെ കുടുംബത്തെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. വഖൂദുഹന്നാസു വൽ ഹിജാറ, അവിടെ കത്തിക്കുന്നത് കല്ലുകളെയും മനുഷ്യനെയും. അപ്പൊ ഖുർആനിലെ പല ആയത്തുകളുടെ ഈ അർത്ഥം പോലും നമുക്കറിയാം. എന്തേ കാക്കാമാരെ നന്നാകാത്ത? എന്തേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താത്ത? എന്തേ സഹോദരിമാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഏറ്റവും കൂടുതൽ വഴുത് കേൾക്കണ നീയൊക്കെ അല്ലേ? ഏറ്റവും കൂടുതൽ വഴുത് കേൾക്കുന്നത് നേരം വെളുത്താ വൈകുന്നേരം വരെ വഴുത് കേൾക്കണവളല്ലേ? നീ എന്തേ ഇങ്ങനെ ആയിപ്പോയെ? അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ നിങ്ങളോടല്ല ചോദിക്കുന്നത്, അതേ ചോദ്യം ഞാൻ എൻ്റെ മനസാക്ഷിയോടാ ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിലും എന്താടാ സിറാജെ നന്നാകാത്തേന്നാ ഞാൻ ചോദിക്കുന്നത്, എന്താ ആമിന നന്നാകാത്തേന്നല്ല. ഞാൻ വഴുതു പറയുന്നത് നിങ്ങളെ നന്നാക്കാനല്ല, എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. എന്തോ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണേ, കരുണയില്ലാത്ത മനുഷ്യന്മാരെ. 40 പേര് കൂടുതലുണ്ട്, റമദാൻ മാസവ. ഒരാമിയും പറയും ഞാൻ നന്നാകാൻ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. പറതാത്താമാരെ, അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നിങ്ങളെയും നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് നമുക്ക് നന്നാകണം, ജീവിതത്തിൽ മാറ്റം വരണം. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, എന്തേ ഉസ്താദെ എത്ര വഴുത് കെട്ടിട്ട് നന്നാകാത്ത? അതിനൊരു കാരണമുണ്ട്. എത്ര വഴുത് കെട്ടിട്ട് നന്നാകാത്തതിനൊരു കാരണമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞിട്ട് പറയുന്നു, ലോകത്തുള്ള സർവരും ഈ പെണ്ണിനെ പോലെയാകണം. ലോകത്തുള്ള സർവ്വ മനുഷ്യരും ഖിയാമത്ത് നാളുവരെയുള്ള ആൾക്കാര് ഈമാനിന്റെ വിഷയത്തിൽ ഈ പെണ്ണിനെ കണ്ടുപഠിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് ഒരു പെണ്ണിനെ കണ്ടുപഠിക്കാനാ അള്ളാഹു പറഞ്ഞേ. ലോകത്തുള്ള താടിയും തഴമ്പുള്ള ഉസ്താദിനോടും തങ്ങന്മാരോടും ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളോട് അള്ളാഹു പറയുന്നു, വിശ്വാസത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ഒരു പെണ്ണിനെ കണ്ടുപഠിക്കാൻ. ആ പെണ്ണൊരു നബിയുടെ ഉമ്മയല്ല, ഒരു പ്രവാചകന്റെ ഉമ്മയല്ല, ഒരു പ്രവാചകന്റെ മകളല്ല, ഒരു പ്രവാചകന്റെ ഭാര്യയല്ല, ഒരു സാധാരണ മനുഷ്യന്റെ മോള്. നിങ്ങളെപ്പോലെ ഒരു സാധാരണ സാധുവായ ഒരു മനുഷ്യന്റെ മകള്. ആ മകളെ കാണിച്ചിട്ട് അള്ളാഹു പറയുന്നു കണ്ടുപഠിക്കാൻ. ആ പെണ്ണ് ജീവിതത്തിൽ ഒറ്റ വഴുത കേട്ടിട്ടുള്ളൂ. അതാ എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിൽ ഒരേ ഒരു വഴുത് കേട്ട പെണ്ണിനെ കണ്ടിട്ട് പഠിക്കാനാ അള്ളാഹ് പറഞ്ഞത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ആ പെണ്ണാരാ? മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ, ഫിർഔനിന്റെ ഭാര്യ. ആരുടെ ഭാര്യ? എൻ്റെ കൂടെ കൂടിക്കോ, ആരുടെ ഭാര്യ?
ഫിർഔനിന്റെ ഭാര്യയായ ആസിയ. ആ ആസിയ ബീവിയെ കണ്ടുപഠിക്കാൻ അല്ല പറഞ്ഞേ. ആ ആസിയ ജീവിതത്തിൽ ഒറ്റ വഴുത കേട്ടിട്ടുള്ളൂ. ആ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ ജീവിതത്തിൽ ഒറ്റ വഴുത കേട്ടിട്ടുള്ളൂ. ആരുടെ വഴുത്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒറ്റ വഴുത് കേട്ട മഹദിയാണ് മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ വഴുത് കേട്ട് കേട്ട് നിങ്ങൾക്ക് മൈക്കിന്റെ മുമ്പിൽ കയറി നിന്നിട്ട് നമ്മളെക്കാളും വഴുത് പറയാം. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ ഇവിടെ പ്രസംഗിച്ചത് ഒരു ഉസ്താദായിരുന്നു അല്ലല്ലോ. ഇന്നലെയൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പ്രസംഗിക്കുന്ന കേൾക്കുമ്പോൾ പടച്ചവനെ നല്ല രീതി നമ്മളെക്കാളും നല്ലപോലെ വഴുത് പറയണം. ഇപ്പൊ ഈ ഇരിക്കണ ചെറുപ്പക്കാരെ വിളിച്ചിട്ട് സ്റ്റേജിൽ കയറിയിട്ട് വഴുത് പറയണമെന്ന് പറഞ്ഞാൽ ഓൻ കയറി എന്നിട്ട് നമ്മൾ പറയണക്കാളും നല്ലപോലെ പറയും. അത്രത്തോളം അറിവുണ്ട്. വഴുത് കേൾക്കാൻ പഠിച്ചു. പക്ഷെ എന്ത് ചെയ്യാനാ, ജീവിതത്തിൽ ഇല്ലാതെ പോയി. അപ്പൊ എല്ലാരും ചോദിക്കുന്നത്, ഉസ്താദെ എന്റെ വാപ്പായ്ക്ക് പ്രായമായി, ഇയാൾ എന്തേ ഉസ്താദെ നന്നാകത്തെ? മുടിയൊക്കെ നരച്ചു എന്നിട്ട് ഇയാൾ ഇപ്പോഴും ചാറ്റിക്കൊണ്ട് നടക്കാം, ഇപ്പോഴും ഇങ്ങനെ നടക്ക. എന്ത് സ്വഭാവമല്ല. ഇനിയും കെട്ടണോന്നാ പറയുന്നേ. അള്ളാഹു കാത്തിരിച്ചുമാറാകട്ടെ. പ്രായമായിട്ട് ഇല്ല താത്തമാരെ, ഓന് പ്രായമായി, മുടിയൊക്കെ നരച്ച്, മുടി പൊഴിഞ്ഞു, തൊലിയൊക്കെ ചുളുങ്ങി, എന്നിട്ട് ഓന്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നുമില്ല. എന്തേ ഉസ്താദെ എന്റെ ഇച്ഛ എങ്ങനെ ആയിപ്പോയ? നിന്റെ ഒരു സംശയമില്ലേ? നിങ്ങൾക്ക് സംശയമില്ലേ? ഇവള് വഴുതിന് പോകുന്നു, മരിച്ച വീട്ടിൽ പോകുന്നു, എവിടെല്ലാം പോണു. എന്താ അല്ലാഹ് എന്റെ ഭാര്യ ഇങ്ങനെ? ഇവിടെ നാവെടുത്താ നല്ലത് മാത്രമല്ലേ പറയുന്നുള്ളൂ. എന്റെ ഉസ്താദെ എന്റെ ഭാര്യ ഇങ്ങനെ ആയിപ്പോയെ, നന്നാകുന്നില്ലല്ലോ, ഇവിടെ ഇബാദത്തൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇവിടെ ഇങ്ങനെ നടക്കല്ലേ. പിന്നെ ചോദിക്കുന്നു, ഉസ്താദെ 18 വയസ്സല്ലേ ഇവനായുള്ളൂ, 15 വയസ്സല്ലേ അയാള്, 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുവൻ എന്താ ഉസ്താദ് ഇങ്ങനെ? ഞങ്ങൾ കരഞ്ഞു നോക്കി, തല്ലി നോക്കി, ഉപദേശം നോക്കി, വഴുത് കേൾപ്പിച്ചു നോക്കി, ഒരു മാറ്റം ഇല്ലല്ലോ ഇവന്. എന്തേ അതിന്റെ കാരണം? നമ്മളെല്ലാവരും ചോദിക്കുന്ന ചോദ്യം. മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ മുസ്ലിം പെൺകുട്ടി ആ മുസ്ലിമിന്റെ കൂടെ കല്യാണത്തിന്റെ തലേന്ന് ഒളിച്ചോടി പോയി, തലയിൽ തുണിയിട്ടുണ്ടാ നിൽക്കുന്നത്. ഞാനാണെങ്കിൽ ഈ അടുത്ത് ഒരു അമുസ്ലിമായ ഒരു പയ്യനുമായിട്ട് പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയെ ഉമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നുസ്താദെ ഇതിനെ ഒന്ന് ഉപദേശിക്കാൻ. അപ്പൊ ഞാനിങ്ങനെ ആ പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ എന്താ ഇങ്ങനെ, നീ എന്തായി കാണിക്കണം? ഇല്ല ഉസ്താദെ എനിക്ക് അവനെ ഒഴിവാക്കാൻ പറ്റത്തില്ല, ഞാൻ അവൻ്റെ കൂടെ പോകും, അവൻ അവൻ്റെ മതമനുസരിച്ച് ജീവിക്കും, ഞാൻ എൻ്റെ മതമനുസരിച്ച് ജീവിക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ആ പെണ്ണ് പറയുന്ന അവൻ ഹിന്ദുവാ, ഹൈന്ദവ വിശ്വാസി, അവൻ അവൻ്റെ വിശ്വാസത്തിൽ ജീവിക്കും, ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ജീവിക്കും. ഇതാണ് ഇന്നത്തെ കുട്ടികൾ. അവർക്ക് അറിയാഞ്ഞിട്ടല്ല, എല്ലാം അറിയാം, മരണവും ഖബറും നരകവും എല്ലാം അറിയാം, എന്നിട്ട് നന്നാകുന്നില്ല. എത്ര ഉപദേശിച്ചിട്ടും കേറണില്ല. ഞാനിത് ചോദിച്ചത് നാട്ടിൽ വെച്ചായിരുന്നു, എനിക്ക് വിഷമമില്ല. ചോദിച്ചത് നല്ല ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു. അള്ളാഹു പൊന്നുമോളെ നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ചോദിച്ച സ്ഥലം പോലും പുണ്യഭൂമിയായിരുന്നു. അതാ മനസ്സിലാക്കണ്ടേ. അപ്പൊ ഞാൻ ചോദിച്ചത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, നിർത്തുകയാ. നന്നാകാത്തതിന്റെ കാരണം അല്ല പറയുന്നുണ്ട്. അല്ലാഹു പറയുകയാ, വമൻ അളിലമു മിമ്മൻ ദുകിറ ബിആയാതി റബ്ബി. എത്ര ഉപദേശം കേട്ടാലും നമ്മുടെ മക്കളും ബാപ്പയും ഉമ്മയും പ്രായമായവരും നന്നാകാത്തതിന്റെ കാരണം അല്ലാഹു പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കൂല, ആദരിക്കൂല, ബഹുമാനിക്കില്ല, പരിഗണിക്കില്ല, കളിയാക്കലാണ്, നിസാരമാക്കല. അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് ഉസ്താദന്മാരർത്ഥം പറയുമ്പോ നിങ്ങൾ പലരും പറയും പിരിക്കാനാണെന്ന്, ഇതൊക്കെ വെറുതെയാണെന്ന്. കളിയാക്കുന്നവരെ, ഖുർആനിനെ നീയൊക്കെ കളിയാക്കിയാൽ അല്ലാഹു തരുന്ന ശിക്ഷയാണ്. വഇൻ തദ്ഉഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. ഒരിക്കലും നന്നാകില്ലടോ, ഒരിക്കലും നന്നാകില്ല, ഒരിക്കലും നന്നാകില്ല. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് ഹിദായത്തിന്റെ വെളിച്ചം കേറൂല, അവരുടെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ പ്രകാശം കേറൂല. സിറാജല്ല പറയുന്നത് അല്ലാഹുവാട്. വഇൻ തദൂഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ.
നീ ചോദിക്കുന്നല്ലോ ഉസ്താദേ, ഉമ്മയായ ഞാൻ കരയുകയാണ്, എന്റെ മകള് മാറുന്നില്ല, അവള് തല്ലുന്നു ഉസ്താദേ, എന്റെ മകന് കഞ്ചാവടിച്ചിട്ട് എന്നെ തല്ലാൻ വരികയാണ്, എന്റെ ഉപ്പ പടച്ചവനെ സ്വന്തം ഉപ്പയെ തല്ലുന്നു, എന്തെല്ലാം പറഞ്ഞിട്ടും ഇവൻ നന്നാകുന്നില്ല. എന്തേ നന്നാകാത്തത്? നിന്റെ മോള് കേൾക്കുന്നില്ല ഉമ്മ, നീ പറയുന്നത് കേൾക്കുന്നില്ല, നീ പറയുന്നത് കേൾക്കുന്നില്ല. കേട്ടാലല്ലേ അവര് നന്നാകൂ. ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വഇദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുഊദൂനനി വഖദ് തഅലമൂന അന്നീ റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാ. അല്ലാഹു ചിലരുടെ ചെവി അടച്ചു വെച്ചിരിക്കുകയാണ്, ഹൃദയം സീല് വെച്ചിരിക്കുകയാണ്, ഹൃദയം സീല് വെച്ചിരിക്കുകയാണ്. കള്ളു കുടിച്ചതിന്റെ പേരിലല്ല, വ്യഭിചരിച്ചതിന്റെ പേരിലല്ല, ശിർക്ക് ചെയ്തതിന്റെ പേരിലല്ല, നിസ്കരിക്കാത്തതിന്റെ പേരിലല്ല, അല്ലാഹനെ മറന്ന് നടന്നതിന്റെ പേരിലല്ല, അല്ലാഹുവിന്റെ കലാമ് കേട്ടിട്ട് പരിഗണിക്കാത്ത ഒറ്റ കാരണത്തിന്റെ പേരിലാ. അള്ളാന്റെ ഖുർആൻ, ആ ഖുർആനിനെ പരിഗണിക്കാത്തതിന്റെ പേരിൽ അള്ളാഹു കൊടുത്ത ശിക്ഷയാണ്. അതുകൊണ്ട് പേടിക്കണേ മുസ്ലിമേ. അല്ല എഴുതി തെള്ളിയാ നിന്റെ കാര്യം പോക്കാ. അല്ല എഴുതി തെള്ളിയാ പെങ്ങളെ പിന്നെ ഒരു കാലത്തും നന്നാക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. അതുകൊണ്ട് ഭയപ്പെടണേ, പേടിക്കണേ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഖത്തമൂദിയ മാസമാണ്, ഖത്തം തീർത്ത മാസമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പാരായണം ചെയ്തോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എത്രത്തോളം പാരായണം ചെയ്യാൻ കഴിയുമോ അത്രത്തോളം പാരായണം ചെയ്യണേ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചവനെ ഇമാം ശാഫി റളിയല്ലാഹു തആല നമ്മുടെ ഇമാമാണല്ലോ. ഇമാം ശാഫി റളിയല്ലാഹു തആല പഠിച്ചവനെ അവിടെന്ന് പറയുകയാണ്, മഹാനായ കാന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ ഫീ ശഹ്രി റമളാൻ 60 ഖതമാ മിൻഹാ ശൈഇൻ ഇല്ലാ ഫിസ്സലാ. ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു 60 ഖത്തമാണ് റമളാനിൽ തീർത്തത്. ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ റമളാൻ മാസത്തിൽ 10 ഖത്തമാണ് തീർത്തത്. പടച്ചവനെ ഇമാം സുഫിയാൻ സൗരി മഹാനവറുകൾ പരിശുദ്ധമായ റമളാൻ പടച്ചവനെ അവിടുന്ന് പടച്ചവനെ അവിടുന്ന് ഖത്തമോദിയതായി ഖുർആൻ പാരായണം ചെയ്തതായി അവിടുന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് 3 രാത്രികൾ ഒരിക്കൽ അവിടുന്ന് ഖത്തം തീർക്കുമായിരുന്നു. അതാ പടച്ചവനെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല ഒരു രാത്രിയിൽ ഒരു ഖത്തമോദിയ മഹാനാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ 60 ഖത്തം തീർക്കാൻ പറയുന്നില്ല. പരിശുദ്ധമായ റമളാനിൽ അല്ലാഹുവേ 30 ദിവസം കൊണ്ട് ഒരു ഖത്തമെങ്കിലും ഓതി തീർക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വല്ലാത്ത നഷ്ടവാളികളാണ്. ഒരു ദിവസം 5 വഖത്ത് നമസ്കാരമുണ്ടല്ലോ. ഓരോ വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും 3 പേജ് മതിയടാ മോനെ. 3 പേജ് വെച്ച് പാരായണം ചെയ്ത 12 പേജുണ്ടല്ലോ. ഒരു ദിവസം നിനക്ക് ഒരു ജുസ് ഓതാമല്ലോ. പടച്ചവനെ 30 ദിവസം കൊണ്ട് ഒരു ഖത്തം തീർക്കാമല്ലോ. ഇനി 20 ദിവസമുണ്ടല്ലോ. ഇനി പുണ്യമുള്ള ദിവസങ്ങൾ വരികയല്ലേ. അതുകൊണ്ട് സഹോദരാ സഹോദരി, പടച്ചവനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞാൽ, നമ്മൾ പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ഹർഫിന് 10 പ്രതിഫലമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലിഫ് ലാം
ലാം മീം അലിഫ് ലാം മീം. 3 അക്ഷരമാണ് 30 പ്രതിഫലം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ 114 സൂറത്തുകളും 6600 പരമ്പരന്ന ആയത്തുകളും എത്ര പ്രതിഫലം നേടാ പെങ്ങള്. അതുകൊണ്ട് ഖുർആൻ ഇറങ്ങിയ മാസമാണ്. പാരായണം ചെയ്തോ, ഖുർആനിലേക്ക് മടങ്ങിക്കോ. അതിലൂടെ നിനക്ക് രക്ഷയാണ്, അതിലൂടെ നിനക്ക് സമാധാനമാണ്, അതിലൂടെ നിനക്ക് സംരക്ഷണമാണ്, അതിലൂടെ നിനക്ക് സന്തോഷമുള്ള ജീവിതമാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ നിനക്ക് അല്ലാഹു നല്ല മരണം തരികയാണ്. നിന്റെ പാപം പൊറുക്കാൻ അത് കാരണമാവുകയാണ്. അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങിക്കോ. അല്ലാഹുവേ, ഖുർആനിന്റെ തണലിൽ ഞങ്ങളെ സ്വർഗ്ഗത്തിലെത്തിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഗ്ഫിറത്തിന്റെ 10, പാപമോചനത്തിന്റെ 10. അള്ളാഹു നമ്മുടെ പാപം പുറത്തു തരുമാറാകട്ടെ. പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? ചൂടുണ്ടോ? 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 ഫാനിന്റെ ഒട്ടിയിരിക്കണുണ്ടല്ലേ? അൽഹംദുലില്ലാ. ഇതൊക്കെ എന്ത് ചൂട് അല്ലേ? ഇതൊക്കെ എന്ത് ചൂട്. ചൂടൊക്കെ വരാനിരിക്കുന്നു. അള്ളാഹു അവിടെ നമ്മളെ സലാമത്താക്കി തരുമാറാകട്ടെ. ഇപ്പം എത്രയോ കോടിക്കണക്കിന് കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. പരലോകത്ത് സിറാജിന്റെ ഒരു ചാണ് മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. എന്നാലോചിക്ക്, 15,15,00,000 കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂട് താങ്ങാൻ പറ്റാതെ നമ്മൾ പ്രയാസപ്പെടുന്നു. ഒരു ചാണ് മുകളിലേക്ക് ഈ സൂര്യനെ അള്ളാഹു താഴ്ത്തുന്ന ദിവസമാണ് മഹ്ശറ. അള്ളാഹു നമ്മുടെ എളുപ്പമാക്കി തരുമാറാകട്ടെ. അള്ളാഹു അവിടെ നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. ഒരു ഈത്തപ്പഴ കച്ചവടക്കാരനായ സഹോദരൻ, അദ്ദേഹത്തിന്റെ കടയിൽ ഒരു സുന്ദരിയായ പെണ്ണ് ഈത്തപ്പഴം വാങ്ങാൻ വന്നു. ഈത്തപ്പഴം ഇങ്ങനെ പുറത്തു നിന്നിങ്ങനെ ഈ പെണ്ണ് നോക്കുന്നുണ്ട്. അപ്പൊ ഈ ചങ്ങാതിക്ക് ഈ പെണ്ണിനെ ഇഷ്ടമായിട്ട് പറഞ്ഞു, അകത്ത് നല്ലതുണ്ട്, ഒന്ന് കേറി അകത്ത് നോക്ക്. കടയ്ക്കുള്ളിൽ നല്ല ഈത്തപ്പഴം ഇരിക്കുന്നുണ്ടെങ്കിൽ അകത്ത് കയറി വരാൻ. ആ സുന്ദരിയായ പെണ്ണിമോൻ പറയണ കേട്ട് അകത്ത് കയറിപ്പോയി. ഈത്തപ്പഴം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഓൻ ഓളെ കെട്ടിപ്പിടിച്ചൊരു ചുംബനം കൊടുത്തു. ആ പെണ്ണിന്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ആ പെണ്ണ് കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോയി. ഈ ചെറുപ്പക്കാരന്റെ മനസ്സിൽ വല്ലാത്ത ഒരു സങ്കടം, വല്ലാത്ത ഒരു കുറ്റബോധം. ഈ ചെറുപ്പക്കാരൻ ഇലാ ഹദ്റത്തി റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ചെന്നിട്ട് ഈ സംഭവമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ, എനിക്കൊരു വഴി പറഞ്ഞതാ നബിയെ, പറ്റിപ്പോയി, എൻ്റെ കയ്യിൽ സംഭവിച്ചു പോയി, എനിക്കൊരു വഴി പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്നും മിണ്ടിയില്ല, മിണ്ടാതെ ഇരുന്നു. ഈ സഹാബി കുറേ നേരം നബിതങ്ങളുടെ മുമ്പിലിരുന്നു. അള്ളാന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ബിലാൽ ഇബ്നു റബാഹ, ബിലാൽ തങ്ങൾ ബാങ്ക് വിളിച്ചു അസറിന്. നബിതങ്ങൾ നിസ്കരിക്കാൻ പോയി, സഹാബത്തും പോയി, ഈ ചങ്ങാതിയും പോയി. അങ്ങനെ അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോ ഈ സഹാബി രണ്ടാമത് നബിതങ്ങളുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നബിയെ, ഒന്നും പറഞ്ഞില്ല നബിയെ, ഒരു വഴി പറഞ്ഞതാ. എൻ്റെ കയ്യിലൊരു അബദ്ധം പറ്റിപ്പോയി, എൻ്റെ കയ്യിലൊരു പിഴവ് സംഭവിച്ചു പോയി, എനിക്കൊരു വഴി പറഞ്ഞതാ നബിയെ. നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹു നിന്റെ പാപം പുറത്തു തന്നിരിക്കുന്നു എന്ന് നബിയിനാ റസൂലുള്ളാഹി. അപ്പൊ ഈ സഹാബി ചോദിച്ചു, അതെന്തേ നബിയെ നേരത്തെ മിണ്ടാഞ്ഞേ? ഇത് ഞാൻ ആദ്യം ചോദിച്ചപ്പോ അങ്ങ് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അങ്ങയോട് ആദ്യം ചോദിച്ചപ്പോ എന്തേ നബി എന്നോടൊന്നും മിണ്ടാഞ്ഞേ? ഇപ്പൊ എന്താ എന്റെ മറുപടി? എന്റെ പാപം പൊറുക്കാനുള്ള കാരണം എന്താ? നബിതങ്ങൾ പറഞ്ഞു, നിന്റെ അസർ നമസ്കാരം നീ ചെയ്ത അതിന് തൊട്ടു മുമ്പിൽ ചെയ്ത പാപത്തെ കഴുകിക്കളഞ്ഞു എന്ന് നബിയിനാ റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിന്റെ തൊട്ടു പുറകിൽ ഒരു നന്മ ചെയ്യണം. ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ ആ പാപത്തിന്റെ തൊട്ടു പുറകിൽ ഒരു നന്മ ചെയ്താൽ ആ നന്മ ആ തിന്മയെ മായിച്ചു കളയുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഒരു പാപത്തിന്റെ കൂടെ വീണ്ടും ഒരു പാപം ചെയ്യരുത്. ഒരു തെറ്റ് ചെയ്തു, അതിൻ്റെ കൂടെ അടുത്തത് ചെയ്യരുത്. ഒരു തെറ്റ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ അതിൻ്റെ തൊട്ടടുത്ത് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. നന്മ ചെയ്താൽ ആ തിന്മയെ നന്മ മായിച്ചു കളയും. അതുകൊണ്ടാണ് ഒരു തെറ്റ് ചെയ്താൽ എന്ത് പറയണം? എന്തേപ്പാ പറയണ്ടേ?
ഒരു തെറ്റ് ചെയ്താൽ എന്ത് പറയണം? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്തിനാ ഇത് പറയണേ? ഒരു തെറ്റ് ചെയ്ത് ഉടനെ എന്ത് പറയും? മോശമായ ഒരു കാര്യം കണ്ടു അസ്തഗ്ഫിറുല്ലാ. ഇപ്പത്തെ പിള്ളേരൊക്കെ അസ്തഗ്ഫിറുല്ലാ കളിയാക്കല ഇൻസ്റ്റാഗ്രാമില്. ഇപ്പത്തെ കുട്ടികളൊക്കെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അസ്തഗ്ഫിറുല്ലാ, തലയിൽ തുണിയില്ല, ഒന്നും തുണിയില്ല, അസ്തഗ്ഫിറുല്ലാ കളിയാക്ക ഇൻസ്റ്റാഗ്രാമില്. മക്കളൊക്കെ വളർന്നുപോയി കേട്ടോ ആമിന, മക്കളൊക്കെ വളർന്നുപോയി. ഇപ്പൊ മൊത്തം ഇൻസ്റ്റാഗ്രാമില. അതുകൊണ്ട് തന്നെയാണ് ഇൻസ്റ്റാഗ്രാം ആയി പോകുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നല്ലതും ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്നും. എനിക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട്, അൽഹംദുലില്ലാ. ഒരുപാട് നല്ല കൂട്ടുകാരുണ്ട്. ഇന്നലെ രാത്രി ഞാൻ ചുമ്മാതെ റൂമിൽ ഇരുന്നപ്പോൾ ഒന്ന് ലൈവ് ഇട്ട് ചുമ്മാതെ. എത്ര കൂട്ടുകാർ! അള്ളാഹു ആ മക്കൾക്കൊക്കെ സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവരുടെയൊക്കെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കുമാറാകട്ടെ. നല്ലവരും ഉണ്ട്, പക്ഷേ റീൽസ് ഒന്നും ഇല്ലാന്നേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഇപ്പൊ എല്ലാ റീൽസും യൂട്യൂബ് ചാനലൊക്കെയാ. അള്ളാഹു എല്ലാത്തിനെയും നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ഉമ്മ റീൽസ് ഇടുമ്പോൾ മോള് മൊബൈൽ വെച്ച് വീഡിയോ പിടിക്കും, എന്നിട്ട് ഉമ്മയുടെ റീൽസ് എടുക്കും. കൊള്ളാവോ ഉമ്മളെ, സൂപ്പറാ ഉമ്മച്ചി, അടിപൊളിയാ ഉമ്മച്ചി. അത് കഴിയുമ്പോൾ മോൾ ഉമ്മയുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് പറയും, ഇനി ഉമ്മച്ചി എൻ്റെ റീൽസ് എടുക്ക്. അവൾ ആടും, ഉമ്മ എടുക്കും. കൊള്ളാവോ മോളെ, സൂപ്പറാ ഉമ്മ, അടിപൊളി, അൽഹംദുലില്ലാ. എന്നിട്ട് മോള് പോയിക്കും, ഉമ്മായിക്ക് എത്ര ലൈക്ക് ഉണ്ട്, എനിക്ക് എത്ര ലൈക്ക് ഉണ്ട്. തെണ്ടുവാ, യാചിക്കുക. പണ്ട് പള്ളിയുടെ മുമ്പിൽ ഇരുന്ന് യാചിക്കുന്നു, ഇപ്പൊ മൊബൈൽ വെച്ചിട്ട് യാചിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ലൈക്ക് കൂടുതൽ കിട്ടുമ്പോൾ നിനക്ക് എന്തെങ്കിലും കിട്ടും? 1 ലൈക്കിന് 1 ലക്ഷം വെച്ചാൽ കിട്ടുക? ഇതിനാ പെങ്ങളെ എല്ലാവരും അള്ളാഹിനോട് ദുആ ചെയ്യുന്നത് ആരുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ വരരുതെന്ന. നീ ലൈക്ക് എന്ന് പറഞ്ഞ് തെണ്ടുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാന, ഈ വിശുദ്ധമായ റമളാനിൽ നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ പശ്ചാത്തപിക്കാൻ കഴിയണം. ജീവിതത്തിൽ വന്നുപോയ പിഴവുകൾ പറയാൻ കഴിയണം. അള്ളാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി ദുആ ചെയ്താൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപം പൊറുക്കുകയാണ്. റബ്ബിന്റെ മുമ്പിൽ തൗബ ചെയ്തു പിരിയാം. അതുകൊണ്ട് വഅദ കേൾക്കാം എന്നവരോട് നിർത്തുകയാണ്. റബ്ബിന്റെ മുമ്പിൽ നമുക്ക് തൗബ ചെയ്യാം. 27-ാം രാവിന് കുളിച്ചൊരുങ്ങിയിട്ട് ചെറുപ്പക്കാരൻ പോകുന്നു. എവിടെ പോകുന്നടാ? തൗബ ചെയ്യാൻ പോകുകയാണ്. അതിനല്ലടാ തൗബ എന്ന് പറയുന്നത്. അതിനല്ല തൗബ എന്ന് പറയുന്നത്. തൗബ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ? അതുകൊണ്ട് സഹോദരാ, തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് വേണം നമുക്കിവിടെ ഇരുന്ന് തൗബ ചെയ്യാൻ. അല്ലാഹുവേ, തൗബ ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാ. അതുകൊണ്ട് പാപം കഴുകുന്നതിന് മുമ്പ് ഒരു നന്മ ചെയ്യണമെന്നാണ്. തൗബ ചെയ്യുന്നതിന് മുമ്പ് ഒരു നന്മ ചെയ്തിട്ട് ദുആ ചെയ്താ അവരുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ചെറുപ്പക്കാരാ, തൗബ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് പടച്ചവനെ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാർ, നബി തങ്ങളുടെ ഖാദിമാണ്. ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂൽ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടുകയാണ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ അവിടെ നിന്നിങ്ങനെ നടന്നു പോകുമ്പോ, ഒരു വീടിന്റെ പരിസരത്ത് കൂടെ നടന്നു പോകുമ്പോ, ഒരു സുന്ദരിയായ പെണ്ണ് കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പടച്ചവനെ, വീടിന്റെ സൈഡില് ഒരു പെണ്ണിങ്ങനെ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ അവിടെ നിന്ന് പോവുകയാണ്. സുന്ദരിയായ പെണ്ണിന്റെ ശരീരം കണ്ടപ്പോ അവിടെ നിന്നുകൊണ്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ നോട്ടം വല്ലാതെ വർദ്ധിച്ചു പോയി. ആ നോട്ടം അങ്ങ് ലയിച്ചു പോയി. സഅലബ് അവിടെ നിന്നുകൊണ്ട് സുന്ദരിയായ പെണ്ണിന്റെ കുളി കാണുകയാണ്. റബ്ബേ, കുറച്ച് കഴിഞ്ഞപ്പോ സഅലബ് ചിന്തിക്കുന്നു, അല്ലാ, ചെയ്തത് പാപമാണല്ലോ, അല്ലാ, ചെയ്തത് പാപമാണല്ലോ അല്ലാ. ഇനി എങ്ങനെയാണ് ഈ കണ്ണുകൊണ്ട് നബിതങ്ങളെ കാണുന്നത്? എങ്ങനെയാണ് ഈ കണ്ണുകൊണ്ട് നബിതങ്ങളുടെ മുമ്പിൽ എങ്ങനെ പോകാനാണ്? സഅലബ ഓടുകയാണ്. ആ പെണ്ണിന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് നിലവിളിച്ചുകൊണ്ട് സഅലബ ഓടുകയാണ്. പിന്നെ സഅലബാനെ ആരും കണ്ടിട്ടില്ല. മലഞ്ചെരുവിലൂടെ പഴുത്ത് കിടക്കുന്ന മണലാരുന്ന
വാഹനത്തിലൂടെ കരഞ്ഞു വിളിച്ചുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ഇങ്ങനെ നടക്കുകയാണ്. പടച്ചവനെ, ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, അതാ 40 ദിവസം കഴിഞ്ഞടോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചെന്ന് പറയണേ നബിയേ. ആരാവെന്ന് പറയുന്നത് ജിബ്രീലാ പെങ്ങള്. ജിബ്രീല് വരണമെങ്കിൽ എത്ര കരഞ്ഞിട്ടുണ്ടാകും. അല്ലാഹു ജിബ്രീലിനെ പറഞ്ഞു വിടണമെങ്കിൽ ആ ചെറുപ്പക്കാരൻ പടുത്ത് കിടക്കുന്ന മണ്ണിൽ പോയി കിടന്നു മണ്ണുവാരി ശരീരത്തിലിടുകയാണ്. എന്നിട്ട് കരയുകയാണ്. മലഞ്ചെരുവിൽ പോയി കിടന്ന് നിലവിളിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്ന് പറയുമ്പോ നബി തങ്ങളെ സുബഹി നമസ്കാരം കഴിഞ്ഞു. അവിടെന്ന് ചോദിക്കുന്നു, സ്വഹാബാ, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എവിടെ സഹാബാ? യാ റസൂലല്ലാഹ്, കാണാനില്ല നബിയേ, കാണാനില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ ഉമർ തങ്ങളെ വിളിക്കുകയാ, സൽമാനിൽ തങ്ങളെ വിളിക്കുകയാ. രണ്ടുപേരോടും പറഞ്ഞ് എവിടെയുണ്ടെങ്കിലും കൊണ്ടുവരണം, എവിടെയുണ്ടെങ്കിലും കൊണ്ടുവരണം. ഉമർ തങ്ങളും സൽമാൻ തങ്ങളും തെരഞ്ഞു നടക്കുകയാണ്. രാവിലെ സുബഹി മുതൽ തുടങ്ങിയ തെരച്ചിലാണ്. ഉച്ചയായിട്ടും കാണുന്നില്ല. പടച്ചവനെ, ഒരുപാട് തിരഞ്ഞു നടന്നടോ. അവസാനം അതാ മലഞ്ചെരുവിന്റെ ഭാഗത്തുകൂടെ നടന്നു പോകുമ്പോ ഒരാട്ടിടയനായ മനുഷ്യനെ കാണുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, സഅലബയെ കണ്ടിട്ടുണ്ടോ? നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആട്ടിടയനായ മനുഷ്യൻ പറയുകയാണ്, സഅലബയാണോ എന്ന് എനിക്കറിയില്ല. ഒരു ദിവസം എന്റെ ആടുകൾക്ക് വെള്ളമെടുക്കാ ഞാനൊരു മലഞ്ചെരുവിന്റെ ഭാഗത്ത് ചെല്ലുമ്പോ ഒരു ചെറുപ്പക്കാരനെ കാണുകയാണ്. മുടിയൊക്കെ ജട പിടിച്ചു പോയ ഒരു ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. പടുത്തു കിടക്കുന്ന മണ്ണിൽ വന്ന് തന്റെ തലയിലൂടെ മണ്ണ് വാരിയിട്ടിട്ട് നിലവിളിക്കുകയാ, അവിടെ കിടന്ന് കരയുകയാ. അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആട്ടിടയനായ മനുഷ്യന് സ്ഥലം പറഞ്ഞു കൊടുത്തടോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സൽമാൻ തങ്ങളും കൂടെ ആട്ടിടയനെ പറഞ്ഞ സ്ഥലത്ത് വൈകുന്നേര സമയമായി. അവിടെ ചെല്ലുമ്പോ അതാ മലയുടെ മുകളിൽ നിന്ന് ഓടി വരികയാണ്. നിലവിളിച്ചുകൊണ്ട് സഅലബ ഓടി വരികയാണ്. മുടിയൊക്കെ ജട പിടിച്ച് എല്ലും തോലുമായി വസ്ത്രം മുഴുവനും കീറിപ്പറഞ്ഞ വസ്ത്രവുമായി മണ്ണിൽ വന്ന് കിടന്നിട്ട് പറയുന്നു, അല്ലാഹ്, മരിച്ചാ മതിയായിരുന്നു റബ്ബേ, തെറ്റ് ചെയ്തു പോയല്ലോ അല്ലാഹ്, വ്യഭിചരിച്ചല്ലോ അല്ലാഹ്, നരകം എനിക്ക് പേടിയാ അല്ലാഹ്. നിലവിളിച്ചുകൊണ്ട് മണ്ണിൽ കിടന്ന് കരയുമ്പോ ഉമർ തങ്ങളെ വിളിക്കുന്നു, സഅലബാ. അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നു, സഅലബാ. ഇല്ല ഉമറേ, മുത്തുനബിയുടെ മുമ്പിൽ ഞാൻ വരൂല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഞാൻ വരില്ല ഉമറേ. എനിക്ക് നബി തങ്ങളെ കാണാൻ അർഹതയില്ല. പടച്ചവരെ, ഉമർ പറഞ്ഞു, നിന്നെ ഞാൻ കൊണ്ടുപോകും സഅലബ. സഅലബ പറയുന്നു, എന്റെ കാലില് കയറ് കെട്ടിയിട്ട് ഈ മണ്ണിലൂടെ വലിച്ചിടച്ച് കൊണ്ടുപോകും ഉമറേ, അല്ലാതെ ഞാൻ വരൂല. ഉമർ പറഞ്ഞു, ഇല്ല, വന്നേ പറ്റു, നബി തങ്ങളാണ് വിളിക്കുന്നത്. അവസാനം സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ അവിടെ നിന്ന് ചെല്ലാൻ തയ്യാറായി. പക്ഷേ ഒരു കണ്ടീഷൻ പറയുകയാണ്, നിസ്കാരത്തിന്റെ സമയത്തല്ലാതെ കൊണ്ടുപോകല്ലേ.
നിസ്കാരത്തിന്റെ സമയത്ത് വേണം എന്നെ കൊണ്ടുപോകാൻ. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ കാണാ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിനെ കൊണ്ടുവരികയാണ്. പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോഴാണ് കടന്നു വരുന്നത്. ഒന്നുവെടുത്തിട്ട് എല്ലാവരും പള്ളിക്കകത്ത് കയറി അള്ളാഹുവിന്റെ റസൂല് പാരായണം ചെയ്യുകയാ. അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്തങ്ങ് പാരായണം ചെയ്യുമ്പോ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്തിന് വിധങ്ങളങ്ങ് ഓതുമ്പോ സഅലബ താഴെ വീണ് പോയടോ. സഅലബ ബോധം കെട്ട് വീഴുകയാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറയുമ്പോ സഅലബ ബോധം കെട്ട് വീഴുകയാണ്. നമസ്കാരം കഴിഞ്ഞു. എവിടെ സഅലബ, എവിടെ? അല്ലാഹുവിന്റെ റസൂല് വരുമ്പോ സഅലബ തളർന്നു കിടക്കുകയാണ്. നബി തങ്ങൾ വെള്ളം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സഅലബ എന്തു കോലമാ സഅലബ, നീ എന്തേ ഇങ്ങനെ നടക്കുന്നത് സഅലബ? നിനക്ക് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു സഅലബ. നീ നിന്റെ വീട്ടിലേക്ക് പോ. ഇറങ്ങിയിട്ട് എത്ര നാളായി? 40 ദിവസം കഴിഞ്ഞു സഅലബ. നിന്റെ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിന്റെ കൂടെ പറഞ്ഞു വിടുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 8 ദിവസം കഴിഞ്ഞപ്പോ അതാ സൽമാൻ തങ്ങൾ ഓടി വരുന്നു. നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ ഒന്ന് വരുമോ നബിയേ, ഒന്ന് വരുമോ നബിയേ? സഅലബ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ഭക്ഷണം കഴിക്കാറില്ല, ഉറങ്ങാറില്ല, നിലവിളിയാണ് നബിയേ. രാവും പകലും കരച്ചലാണ് നബിയേ. ഉറങ്ങിയിട്ടില്ല നബിയേ, ഭക്ഷണം കഴിച്ചിട്ടില്ല നബിയേ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് കടന്നു ചെല്ലുമ്പോ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ സക്കറാത്തിന്റെ അവസ്ഥയിലാണ്. നബി തങ്ങൾക്ക് മനസ്സിലായി. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തു പോയിരുന്നു. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിന്റെ തലയെടുത്ത് മടിയിലേക്ക് വെക്കുമ്പോ സഅലബ തലവലിച്ചങ്ങ് താഴെയിടുകയാണ്. നബി തങ്ങളുടെ മടിത്തട്ടിൽ നിന്ന് തലപിടിച്ച് താഴെയിടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, സഅലബ ഇഷ്ടമായില്ലേ സഅലബ? ഇഷ്ടമായില്ലേ സഅലബ? ഏതു മനുഷ്യനും കൊതിക്കുമല്ലോ എന്റെ മടിയിലൊന്ന് തലവെക്കാൻ, എന്റെ മടിയിൽ കിടന്നു മരിക്കാൻ. ഏതു മനുഷ്യനും കൊതിക്കുമല്ലോ സഅലബ. എന്തേ സഅലബ, എന്തേ സഅലബ? ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നബിയേ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല നബിയേ, എനിക്കതിനുള്ള അർഹതയില്ല. അങ്ങയുടെ മടിയിൽ കിടന്നു മരിക്കാൻ, അങ്ങയുടെ മടിയിൽ തലവെച്ച് കിടന്നു മരിക്കാൻ എനിക്ക് അർഹതയില്ല നബിയേ. ഞാൻ പാവിയാ നബിയേ, ഞാൻ പാവിയാ നബിയേ. ഈ മണ്ണിൽ കിടന്നു മരിക്കുമ്പോഴെങ്കിലും അല്ലാഹു എന്നോട് കരുണ കാണിച്ചാലോ, റബ്ബെനിക്ക് പുറത്തു തന്നാലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വ്യഭിചരിച്ചോ മോളെ, കള്ളു കുടിച്ചോ മോളെ, അല്ലാഹുവേ എന്തു പാപവാ ചെയ്തത്? വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു പെണ്ണ് കുളിച്ചു കൊണ്ടിരുന്നതൊന്ന് നോക്കിയതിന്റെ പേരിലാ. വഴിയിലൂടെ നടന്നു പോയപ്പോ ഒരു പെണ്ണ് കുളിച്ചത് നോക്കിയതിന്റെ പേരിലാണ് സഅലബ ഇതുപോലെ കരഞ്ഞത്, ഇതുപോലെ തൗബ ചെയ്തത്. അല്ലാഹുവേ, നമ്മുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളെത്ര കരയണം സഹോദരാ, എത്ര തൗബ ചെയ്യണം സഹോദരാ? ഒരു കുറ്റബോധമെങ്കിലും ഉണ്ടോ? ഇത്രയും വലിയ പാപം ചെയ്തിട്ട് എനിക്ക് നിങ്ങൾക്കും ഒരു കുറ്റബോധമെങ്കിലും തോന്നാറുണ്ടോ? അല്ലാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പാപം ചെയ്തിട്ട് സ്കൂളിൽ പോയ മോള്
പടച്ചവനെ കാമുകന്റെ കൂടെ ഒളിച്ച് കറങ്ങി നടന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഫർദയും ധരിച്ച് ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിൽ വന്ന് ഉമ്മാന് ചുംബനം കൊടുത്തിട്ട് ഒരു പേടിയുമില്ലാതെ കേറിക്കിടക്കുന്നില്ലേ? കഞ്ചാവ് വലിച്ചിട്ട് വീട്ടിൽ വരുന്ന മക്കളില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നന്നായിക്കോ, തൗബ ചെയ്തോ. അല്ലാഹുവേ, തൗബ ചെയ്യാനുള്ള ഭാഗ്യം തരണേ അല്ലാ, പാപം കഴുകാനുള്ള ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞിട്ട് നമുക്ക് തൗബ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അല്ലാഹുമ്മ വസില മിസ്ല സവാബി മാ ഖറഅനാഹു ഹാദിഹി ഹദിയതൻ വാസില വറഹ്മതൻ നാസില വബറകതൻ ഷാമില മിന്നാ ഇലാ ഹദറത്തി റൂഹി നബിയിനാ വഹബീബുനാ വസയ്യിദിനാ മുസ്തഫാനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തുർ റഹീമായ കരുണക്കടലായ ദയാലുവായ അല്ലാഹ്, ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീനിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത സദഖകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അതിന്റെ സവാബ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറുകളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ റഹ്മാനായ അല്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്തു പോയ പാവങ്ങൾ നീ പൊറുക്കണേ തമ്പുരാന്. നീ പൊറുത്തു തരണേ തമ്പുരാന്. നീ ഗഫൂറാണ് തമ്പുരാന്, നീ റഹീമാണ് തമ്പുരാന്. ഇവിടെ നിന്നിറങ്ങി പോകുമ്പോ ഹജ്ജ് കഴിഞ്ഞു പോകുന്ന ഹാജിയെ പോലെ നീ യാത്രയാക്കണേ തമ്പുരാന്. അല്ലാഹുവേ, ഞങ്ങളുടെ ഒരാളെയും നീ വെറും കയ്യോടെ മടക്കല്ല തമ്പുരാന്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിലാണ് തമ്പുരാന്. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ, സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ, സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ അല്ലാ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഖബറാക്കണേ അല്ലാ, അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, അവരുടെ പൊരുത്തം നൽകണേ അല്ലാ, അവരുടെ പൊരുത്തം നൽകണേ അല്ലാ, അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗികളാണ് റഹ്മാന്. മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗമുള്ളവരുണ്ട് തമ്പുരാന്. ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാ. പടച്ചവനെ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ ഒരാളെയും നീ കൈവിടല്ലേ അല്ലാ. പടച്ചവനെ, എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റഹ്മാന്. ഈമാനുള്ള മരണം നൽകണേ തമ്പുരാന്. കടക്കാരാക്കി മരിപ്പിക്കല്ല തമ്പുരാന്. തൗബ ചെയ്തു മരിക്കാൻ ഭാഗ്യം നൽകണേ തമ്പുരാന്. തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ച ദിവസമോ മരിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാന്. അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന പണ്ഡിതന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അൽ ഉലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. അവരുടെ ഖിദ്മത്തുകൾ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഗസ്റ്റുകളായി വന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ളവർക്ക് ആഫിയത്തും ദീർഘായുസും നല്ല മരണവും കൊടുക്കണേ അല്ലാ. ഈ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാന്. ഈ ചെറുപ്പക്കാരെ നീ ഏറ്റെടുക്കണേ തമ്പുരാന്. മക്കളെ അനുസരണയുള്ള മക്കളാക്കണേ തമ്പുരാന്. അല്ലാഹുവേ, എന്റെ ഉമ്മ പെങ്ങന്മാരെ നീ കൈവിടല്ലേ അല്ലാ, നീ കൈവിടല്ലേ അല്ലാ, നീ കൈവിടല്ലേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ പരിപാടിയുടെ സംഘാടകരെ നീ കൈവിടല്ലേ തമ്പുരാന്. അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണേ തമ്പുരാന്. അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാന്. മരിക്കുന്ന സമയത്ത് ഈ ചെയ്യുന്ന നന്മകളുടെ പ്രതിഫലം കണ്ടു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ
തമ്പുരാനെ. അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം നൽകണേ തമ്പുരാനെ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ യതീമീങ്ങളാക്കല്ല റബ്ബേ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ല റബ്ബേ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ ഫവാസ് എന്ന സഹോദരൻ അനുഗ്രഹിക്കണേ അല്ലാ. അവന്റെ കുടുംബത്തിൽ സുഖമില്ലാതെ കഴിയുന്ന കുഞ്ഞിന് നീ ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു എല്ലാവരുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. ആരെല്ലാം ഈ മജ്ലിസിലുണ്ടോ ഞങ്ങളെ നീ കഅബാലയത്തിന്റെ മുറ്റത്ത് കൊണ്ടുപോകണേ അല്ലാ. ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഇന്ന് ഈ 1 മണി വരെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന പാപം മുഴുവനും നീ പൊറുക്കണേ അല്ലാ. ഇന്നു മുതൽ ഞങ്ങളുടെ ഒരു പുതിയ മനുഷ്യനാക്കണേ തമ്പുരാരെ. കൈവിടല്ലേ തമ്പുരാരെ, കൈവിടല്ലേ തമ്പുരാരെ. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയും ജ്യേഷ്ഠനും ഭാര്യ പിതാവും ഖബറിലാണ് റഹ്മാനെ. സ്വർഗം കൊടുക്കണേ തമ്പുരാരെ. ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാരെ. അല്ലാഹുവേ കൂടപ്പിറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എനിക്ക് സ്വർഗം വാങ്ങിത്തരുന്നവരാക്കണേ അല്ലാ. എൻ്റെ മക്കളെ ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ഈ ശബ്ദം നിലനിർത്തണേ തമ്പുരാരെ. അല്ലാഹുവേ ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളുമുണ്ട്. ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ജീവിതത്തിൽ വന്ന പിഴവുകളൊക്കെ പൊറുക്കണേ അല്ലാ. പടച്ചവനെ ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. നാണം കെടുത്താൻ ഒരുപാട് പേര് പരിശ്രമിക്കുന്നുണ്ട് റഹ്മാനെ. നന്നാക്കണേ തമ്പുരാനെ. ദുആയിക്ക് ഇജാബത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ നീ കൈവിടല്ലേ തമ്പുരാനെ. ഖുർആനും ഹദീസും പറഞ്ഞർത്ഥം പറയുന്നവനാ, അറിവില്ലാത്തവനാ. പിഴവുകൾ പൊറുക്കണേ അല്ലാ. മുതഅല്ലിമിനോട് കരുണ കാണിക്കണേ അല്ലാ. അല്ലാഹുവേ ഈ നീട്ടിയ കയ്യ നീ തട്ടിക്കളയല്ല റഹ്മാനെ. പടച്ചവനെ 11 നോമ്പും സ്വീകരിക്കണേ തമ്പുരാനെ. സർവ്വ അമലുകളും സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ SKSSFന്റെ പ്രവർത്തകരെ നിക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അവരുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ നേതൃത്വങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരുടെ പുറകിൽ സഞ്ചരിക്കാ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഈ നീട്ടിയ കയ്യ നീ തട്ടിക്കളയല്ല പടച്ചവനെ. ഞങ്ങൾ ഇന്ന് പിരിയുകയാണ്. ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. ഈ ദുആ അവസാന ദുആക്കല്ല അല്ലാ. ഇത് അവസാനത്തെ മജ്ലിസാക്കല്ല അല്ലാ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ദിവസമാണെങ്കിൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ റബ്ബേ. തൗബയാക്കണേ നാഥാ, തൗബയാക്കണേ അല്ലാ. പടച്ചവനെ മീരാനം എന്ന് പറയുന്ന സഹോദരന് നീ ശിഫ കൊടുക്കണേ അല്ലാ. ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അൻ ലാ ഇലാഹ أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. സമയം താമസത്തിൽ ക്ഷമ ചോദിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു നമുക്കിനിയും കാണാനുള്ള ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.